ഫിലാഡൽഫിയ സിറ്റിയുടെ അകത്തേക്കുള്ളൂ നെഞ്ചത്തേക്ക് കയറാനായിട്ട് നമ്മൾ ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് കാഴ്ചകൾ നമുക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണട്ടാ. അമേരിക്ക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലട്ടാ, എല്ലാ സംഭവങ്ങളും സ്പീഡിലിരിക്കണം. ഇന്ത്യ ഫ്ലാഗ് മരങ്ങളുടെ ഇടയിൽ കിടന്ന് പാറലാണ്ടാ അഭിമാനട്ടാ. നമ്മൾ ഈ മുഖ്യമന്ത്രി പോകുമ്പോ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന പോലെ ട്രംപ് വരുമ്പോ റോഡ് ബ്ലോക്ക് വരുമ്പോഴത്തേക്ക് എല്ലാം ഷട്ട് ഡൗൺ ആണ്. ചൈനക്കാരും അമേരിക്കാരും ഇന്ത്യ എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല, ചൈനക്കാര് തന്നെ. ഒരുപാട് പേരുടെ കാറുകളെ മാലകളെ അങ്ങനെ മോഷണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് ഏഷ്യൻസിനെതിരെ. പിന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒരു സൈഡിലൊരു സാധനം ഇരിക്കുന്ന കാരണം കുഴപ്പമില്ല, നമ്മുടെ സേഫ്റ്റി നമ്മുടെ ഇന്നത്തെ ഹാപ്പനിങ് മൂഡായിട്ടുണ്ടായിരുന്നു. എല്ലാ കടയുടെ മുമ്പിലും മിനിമം ഒരു 10-15 പേര് വരി നിൽക്കുന്നുണ്ടോ. ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല കേട്ടോ, ഒരു സ്ഥലത്ത് നമുക്ക് ഇരിക്കാൻ നമ്മൾ നോക്കരുത്. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വലിയ അതൊക്കെ ഉണ്ടാവണം എന്നല്ലേ. കൺഗ്രാജുലേഷൻ. എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ ഒരു ഫിലാഡൽഫിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യാത്രയിലെ അടുത്ത ഒരു ബക്കറ്റ് ലിസ്റ്റാണ് ഫിലാഡൽഫിയ എക്സ്പ്ലോർ ചെയ്യാന്ന് പറയുന്നത്. നമ്മൾ വന്നിട്ട് ആകെ ഒരു ദിവസം വന്ന് നമ്മുടെ സോംബി എപ്പിസോഡ് എടുത്ത് പോയതാണ്. നമ്മൾ വീണ്ടും നമ്മുടെ തിരിച്ച് ഫിലാഡൽഫിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മളിവിടെ കൊണ്ട് ഫിലാഡൽഫിയ കാണിക്കുന്നത് നമ്മുടെ സ്വന്തം പോലീസ് ഓഫീസർ എന്ന് പറയാൻ പറ്റില്ല, മലയാളി ഓഫീസർ. നമസ്കാരം. നമസ്കാരം, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നമുക്ക് ഫിലാഡൽഫിയ എക്സ്പ്ലോർ ചെയ്യണം. തീർച്ചയായും നമുക്ക് ഫിലാഡൽഫിയ സിറ്റി അല്ലെ ഫിലാഡൽഫിയയുടെ സെന്ററിൽ പോയി നമുക്ക് ആരും കാണാത്ത കാഴ്ചകൾ കാണിക്കണം. തീർച്ചയായും. അങ്ങനെ നമ്മൾ കപ്പിത്താനെ വീണ്ടും അന്ന് നമ്മൾ ഇട്ട് അതേ പാർക്കിങ്ങിൽ ഇട്ടിട്ട് നമ്മൾ ചേട്ടൻ്റെ ജീപ്പിലാണ് പോകുന്നത്. ഇവിടുത്തെ ആൾക്കാരെ കൊണ്ടുപോകുമ്പോഴാണ് വഴികളൊക്കെ കറക്റ്റായിട്ട് അറിയുള്ളൂ നമുക്ക്. പിന്നെ ബസ് ചേട്ടാ, എന്തൊക്കെയാണ് ഫിലാഡൽഫിയ വിശേഷങ്ങൾ? ഒരു ഫിലാഡൽഫിയക്കാരന് നമ്മുടെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എന്തൊക്കെ പറയാനുണ്ട് ശരിക്കും? ഫിലാഡൽഫിയയിൽ ഇപ്പം നല്ല വിശേഷങ്ങൾ ഇപ്പം നമ്മൾ കണ്ടല്ലോ, ഈ കളറ് മാറി ഇപ്പം പോള് തുടങ്ങിയത് കൊണ്ട് ആ ഒരു നല്ല കളറിൽ നിന്ന് ഇപ്പം മരങ്ങളെല്ലാം ഇപ്പം ഇല പൊഴിഞ്ഞു തുടങ്ങി. അതിപ്പം ഇനിയിപ്പോൾ എല്ലാം ചുള്ളിക്കമ്പ് പോലാണ് എല്ലാം നിൽക്കുന്നത്. പക്ഷെ ആ മരങ്ങളൊന്നും ഉണങ്ങിയിട്ടില്ല. ഇനിയിപ്പോൾ ഈ തണുപ്പ് കഴിയുമ്പോൾ പിന്നെ ബാക്ക് ടു പച്ച നല്ല ഇതാണ്. പിന്നെ ഈ ഫിലാഡൽഫിയ അറിയപ്പെടുന്ന തന്നെ ബ്രദർലി ലവ് എന്ന് പറയുന്ന സിറ്റി ആണല്ലോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിലാഡൽഫിയക്കാർക്ക് പരസ്പരം ഭയങ്കര സ്നേഹം. അതുപോലെ തന്നെ ഫിലാഡൽഫിയ എന്ന് പറയുന്നത് അമേരിക്കയുടെ ബർത്ത് പ്ലേസ് ആണ്. കറക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആണല്ലോ എല്ലാം നമ്മൾ തുടക്കത്തിലെ കോൺസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളെല്ലാം എഴുതി തുടങ്ങുന്നത്. ഇപ്പൊ പ്രത്യേകിച്ച് 250ാമത്തെ വാർഷികം നെക്സ്റ്റ് ഇയർ ആഘോഷിക്കുന്നതിന്റെ പരിപാടികൾ ഇപ്പോൾ ഓടി കൊല്ലം ഇവിടെ തുടങ്ങി കഴിഞ്ഞു. അതിനെ ബേസ് ചെയ്തുകൊണ്ട് മറൈൻ്റെയും നേവിയുടെ എല്ലാം പരിപാടികൾ ഇവിടെ ഓടി തുടങ്ങി കഴിഞ്ഞു. അപ്പൊ പ്ലസ് ചേട്ടാ, നമ്മള് അങ്ങനെ ഫിലാഡൽഫിയ ഇന്ന് കാത്തിരുന്ന് അടിക്കണം. അപ്പൊ എന്താണ് നമുക്ക് പ്രേക്ഷകരുടെ അടുത്ത് പറയാനുള്ളത് ഫിലാഡൽഫിയനെ പറ്റിയിട്ട്, ഇവിടുത്തെ മലയാളികളെ പറ്റിയിട്ടും എല്ലാം എന്താണ് പറയാ? ചേട്ടാ ഒരു പോലീസുകാരനെ നൽകി ബാക്കി ആർക്കും അറിയാത്ത രഹസ്യങ്ങളും സംഭവങ്ങളൊക്കെ ചേട്ടൻ അറിയാലോ. അപ്പൊ എന്താ പറയാലോ ഫിലാഡൽഫിയനെ പറ്റിയിട്ട്? അതിപ്പോ ഒരു ഫിലാഡൽഫിയക്കാരൻ എന്നുള്ള രീതി എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ബെസ്റ്റ് സിറ്റി ആണെന്ന് തന്നെ ഞാൻ പറയും. പ്രത്യേകിച്ച് പിന്നെ ഇവിടെയുള്ള മലയാളികളെന്ന് പറഞ്ഞാൽ പരസ്പരം ഭയങ്കര സ്നേഹവും ഒരു റെസ്പെക്റ്റും കാണിക്കുന്ന മലയാളികളാണ് ഫിലാഡൽഫിയയിലുള്ളത്. പിന്നെ ഈ പറഞ്ഞ പോലെ സിറ്റി എന്ന് പറയുന്നത് ഒരു വൈബ്രന്റ് സിറ്റി, വെരി വെരി ബിസി ആയിട്ടുള്ള ന്യൂയോർക്ക് പോലെ തന്നെ. പറഞ്ഞ പോലെ അമേരിക്കയില് ഞാൻ ഒരു പോലീസ് ഇത് പറയാം, അമേരിക്കയിൽ തന്നെ 4th ലാർജസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിലാഡൽഫിയയുടേത്. മനസ്സിലായി? അപ്പം അതുപോലെ തന്നെ ആദ്യമായിട്ട് പോലീസിനെ ഹയർ ചെയ്യുന്ന പോലീസിനെ ഇത് ചെയ്ത് തുടങ്ങിയ സിറ്റിയും ഫിലാഡൽഫിയ ആണ്. അങ്ങനെ സിറ്റിയെ പറ്റി ഫിലാഡൽഫിയയിലെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് ആദ്യമായിട്ട് ഹയർ ചെയ്ത് തുടങ്ങുന്നത് 1800s. അപ്പോൾ അങ്ങനെ സിറ്റിയെ പറ്റി പറയുമ്പോൾ ഭയങ്കര കാണാനും ചെയ്യാനും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ നമുക്ക് മാക്സിമം നമുക്ക് ശ്രമിക്കാം, ഉള്ള സമയത്തിന് നമുക്ക് ശ്രമിക്കാം. പിന്നെ മലയാളികളുടെ സപ്പോർട്ട് ഇപ്പൊ ഒരു പോലീസുകാരനെ നൽകി ഒരുപാട് എന്താ പറയുക സഹായങ്ങളും അല്ലെങ്കിൽ ഒക്കെ അതിനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ആൾക്കാർക്ക് സഹായം ചെയ്ത് കൊടുക്കാനൊക്കെ ഒരുപാട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും ഈ ഒരു ജോലി ഭയങ്കര സന്തോഷമായിരിക്കുന്നത്. നമ്മുടെ മലയാളികൾക്ക് ഇപ്പം ഒരു മലയാളി പോലീസ് ഉണ്ട് അല്ലെ മലയാളി സൂപ്പർവൈസർ ഉണ്ടെന്ന് പറയുമ്പോഴാണല്ലോ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അങ്ങനെ ഒരാളെ ഹെൽപ്പ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ അതിന്റെ ഒരു സന്തോഷവും ഭയങ്കര ഇതാണ്. തീർച്ചയായും ഒരുപാട് പേർക്ക് ഹെൽപ്പ് ആവാൻ പറ്റുന്നുണ്ട്. പിന്നെ ഇനി മുന്നോട്ട് ഇതുപോലെ ഒരുപാട് പേരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ളതാണ് നമുക്ക്. ശരിക്കും മലയാളികൾക്ക് എപ്പോഴും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. നമ്മള് മലയാളികളെ ഏതൊരു രാജ്യത്ത് ലോകത്ത് പോയാലും അവിടുത്തെ നമ്പർ 1 ആകാനായിട്ട് നോക്കും. അപ്പോൾ അതിൽ തന്നെ നമ്മൾ പ്ലസ് ഞാൻ്റെ അടുത്തേക്ക് വരികയാണെങ്കിൽ അമേരിക്കയിൽ വന്ന് ഈ ചെറിയ സമയം കൊണ്ട് ഈ ചെറിയ കാലഘട്ടം കൊണ്ട് 2008 വന്ന 2008 വന്നിട്ട് ഈ 16-17 വർഷം കൊണ്ട് ഇവിടുത്തെ ഒരു മെയിൻ ഓഫീസറായിട്ട് മാറാന്ന് പറയുമ്പോഴാണ് അതിൽ നമ്മുടെ നാട്ടിൽ പഠിച്ച് സാധാരണ സ്കൂളിൽ പഠിച്ച് വളർന്ന ഒരാളെ നൽകി നമുക്ക് മലയാളിക്ക് എപ്പോഴും അഭിമാനിക്കാവുന്നതാണ്.
നമ്മള് ഈ പോസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞെങ്കിലും ഇപ്പൊ എന്ത് പോസ്റ്റിലാണ് നമ്മൾ ഇവിടെ നിൽക്കണേ? ഞാനിപ്പോ ഫിലഡൽഫിയ പോലീസ് സാർജന്റ് ആണ്. ഞാൻ ആക്ച്വലി ഇതിനു മുമ്പ് ഫിലഡൽഫിയ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ കോപ്പറിലായിരുന്നു. ഇതിപ്പോ 4 റാങ്ക്സ് ആണ്. ഇപ്പം ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമ്മുടെ നാട്ടിലെ റാങ്ക്സും ഇവിടുത്തെ റാങ്ക്സും എങ്ങനെയാണ്. പക്ഷെ എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നാട്ടിലെ റാങ്ക്സ് അറിയാത്തതുകൊണ്ട് എനിക്കറിയില്ല. പക്ഷെ ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടുത്തെ 4ാമത്തെ റാങ്ക്സ് ആണ്. ഇപ്പൊ നമ്മൾ ഓഫീസർ ഉണ്ട്, പിന്നെ ഡിറ്റക്റ്റീവ്സ് ഉണ്ട്, പിന്നെ കോർപ്പറൽ സാർജന്റ്. അങ്ങനെ ഇത് 4ാമത്തെ റാങ്കിലാണ് ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നത്. എന്തായാലും കൺഗ്രാജുലേഷൻ. താങ്ക് യു. ഒരു പോലീസുകാരനാണ് നമ്മളെ നയിക്കണത്. പേടിക്കാണ്ട് പോവാലോ. പോലീസ് പിടിക്കുന്നുള്ള പേടി നമുക്ക് ഇന്നില്ലേട്ടാ. ശരിയാണ്. ഇപ്പൊ നമ്മളൊരു പോലീസ് ഡിസ്ട്രിക്റ്റിലേക്ക് കയറിട്ടാ, നമുക്ക് പോലീസുകാരുടെ കൂടെ പോകുമ്പോ ഏത് സ്ഥലത്തേക്ക് കയറി പോകാൻ പറ്റുമെന്ന് പറഞ്ഞുള്ള ഒരു ഇവിടെ കുറെ ടയർ ഇരിക്കണല്ലോ. മറ്റേ അപ്പുറത്തെ കടയുടെ ബാക്ക് സൈഡാണ്. ഇത് നമ്മുടെ 15 ഡിസ്ട്രിക്റ്റിന്റെ പോലീസ് ഡിസ്ട്രിക്റ്റ് ആണ്. അപ്പം ഇവിടെ ഇങ്ങനെ നമുക്ക് പറഞ്ഞ പോലെ കൊച്ചു കൊച്ചു ഡിസ്ട്രിക്റ്റുകളാണ്. ഈ പോലീസ് ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോ എന്താണ് മീൻ ചെയ്യണത്? ഇതിപ്പം ഈ ഡിസ്ട്രിക്ട് കവർ ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ നമുക്ക് ഫിലഡൽഫിയയിൽ ഇപ്പം ഡിസ്ട്രിക്ട് വൈസ് ആയിട്ടാണ്. നമ്മളിപ്പം ഇപ്പൊ ഇത്രയും വലിയ സിറ്റി ആയതുകൊണ്ട് ഇതിനെ 15th, 2nd, 8th, 7th നമ്മൾ താമസിക്കുന്ന ആ സ്പേസിനെ സിപ്പ് കോഡിനെ ബേസ് ചെയ്തുകൊണ്ട് തിരിച്ചിരിക്കുകയാണ്. അപ്പൊ ഈ 15 ഡിസ്ട്രിക്ട് ഓഫീസേഴ്സ് ഇവിടെ വന്നിട്ട് അവരുടെ അസൈൻമെന്റ് ഉണ്ട്. ഇപ്പം ഹാർബിസൺ മുതൽ ലെവിക്ക് മുതൽ ആ സ്ട്രീറ്റ് കവർ ചെയ്യുന്ന പോർഷൻ. അപ്പൊ ആ പോർഷനിലുള്ള അവർ കവർ ചെയ്യും. അപ്പൊ അവിടെ വരുന്ന 911 കോൾസ്, ഇപ്പം ഒരാൾ വിളിച്ചിട്ട് നമ്മുടെ എമർജൻസി ഇപ്പൊ നമ്മൾ വിളിച്ചിട്ട് നമ്മുടെ അഡ്രസ്സ് കൊടുക്കുന്ന ഉടനെ തന്നെ അപ്പൊ അവർക്കറിയാം ഇത് 15 ഡിസ്ട്രിക്റ്റിലേക്കാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി അത് അങ്ങോട്ട് അസൈൻ ചെയ്യും, അവിടുത്തെ ഓഫീസേഴ്സിനെ അസൈൻ ചെയ്യും. അപ്പൊ അവര് പോയിട്ട് ഓരോ ഇത് ചെയ്യുന്നു. അപ്പൊ അവിടോട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആ ഡിസ്ട്രിക്റ്റിലെ ഓഫീസേഴ്സ് ആണ്. ഈ 911 അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ ആരെ കണക്ട് ചെയ്യണ? ഈ ഓഫീസേഴ്സ് തന്നെയാണ് കണക്ട് ചെയ്യണത്? അല്ലല്ല, ഇത് നമുക്ക് ആക്ച്വലി ആ ഒരു പ്രോസസ് ഞാൻ പറയാം. ഇപ്പൊ ഒരു എമർജൻസി വരുന്നു. അപ്പൊ നമ്മൾ ആദ്യം 911 വിളിക്കുന്ന ഉടനെ നേരെ ഈ കോള് ഇപ്പം നമ്മുടെ ഇവിടുത്തെ മൊബൈൽ മൊബൈൽക്കാര് നമ്മുടെ ലൊക്കേഷൻ അനുസരിച്ച് അവിടെ ഉള്ള ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള 911 കോൾ സെന്റർ ഉണ്ട്. നമ്മൾ ഇപ്പം നമ്മുടെ സഹായത്തിന് സപ്പോർട്ട് ലൈൻ വിളിക്കുന്നു എന്ന് പറഞ്ഞാൽ കോൾ സെന്റേഴ്സ് ഉണ്ട്. കോൾ സെന്ററിൽ കണക്ട് ചെയ്യുന്ന ഉടനെ നമ്മൾ കോൾ ടേക്കർ എന്ന് പറയുന്ന കോൾ ടേക്ക് ചെയ്യുന്ന ഇതുപോലെ മൈക്ക് വെച്ചിട്ട് ഇങ്ങനെ എക്സാക്ട്ലി. അപ്പൊ അവർ കോൾ എടുത്തിട്ട് ചോദിക്കും വാട്ട്സ് ദ ലൊക്കേഷൻ ഓഫ് യുവർ എമർജൻസി, ഏത് ലൊക്കേഷൻ ആണ്. അപ്പൊ ആദ്യം നമ്മൾ പറയാൻ ശ്രമിക്കേണ്ടതും പറയേണ്ടതും ലൊക്കേഷൻ. നമ്മളിപ്പം പറയാം നമ്മുടെ അഡ്രസ്സ് പറയുക 2790 ലെവിക് എന്ന് പറയുന്ന ഉടനെ അവർ ആദ്യം ടൈപ്പ് ചെയ്യും. എന്നിട്ട് അവർ ചോദിക്കും എന്താ സംഭവം, എന്ത് എമർജൻസി ആണ് വേണ്ട. അപ്പൊ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആംബുലൻസ് വേണോ പോലീസ് വേണോ? ചില സമയങ്ങളിൽ പോലീസ് വേണ്ട, ആംബുലൻസ് മതി എന്ന് വെച്ചാൽ ഒരു മെഡിക്കൽ നീഡ്സ് ആണെന്നുണ്ടെങ്കിൽ അവരിന് പോലീസിന്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ അവർ ചോദിക്കുമ്പോൾ നമ്മൾ പറയുകയാണ് എനിക്ക് പോലീസാണ് വേണ്ടത്, ആംബുലൻസ് ആണ് വേണ്ടത്. ഈ കോൾ ടേക്കർ ആദ്യം ഈ കോള് ഒരു കമ്പ്യൂട്ടർ സ്ക്രീനിൽ ടൈപ്പ് ചെയ്തിടും. ഇത് നേരെ പോകുന്നത് ഒരു ഡിസ്പാച്ചിങ് സൈഡ് ഉണ്ട്. ഡിസ്പാച്ചിങ് സൈഡ് എന്ന് പറയുന്നത് അവർക്കൊരു സ്ക്രീനകത്ത് കാണാൻ പറ്റും. അപ്പൊ ഈ പറയുന്ന പോലെ നമ്മൾ പറഞ്ഞ പോലെ ഡിവിഷൻ അനുസരിച്ചും ഡിസ്ട്രിക്ട് അനുസരിച്ച് ഈ കോളുകൾ ഓരോ ഡിവിഷനിലോട്ടാണ് സ്പ്ലിറ്റ് ആയിട്ട് ഓരോ സ്ക്രീനിൽ ചെല്ലും. അപ്പൊ അവിടെ ഇരിക്കുന്ന ഡിസ്പാച്ചർ ഇത് നോക്കിയിട്ട് പറയും, ഇവിടെ കാറിൽ നമുക്ക് മൈക്ക് ഉണ്ടല്ലോ, നമ്മുടെ റേഡിയോ ഉണ്ട്. അപ്പൊ റേഡിയോയിലോട്ട് അവർ പറയും 1522, അതായിരിക്കും ഒരു കോൾ സൈൻ, ഒരു കാറിന്റെ കോൾ സൈൻ ആണ്. അതിനകത്ത് ഇരിക്കുന്ന പോലീസ് ഓഫീസർ ആൻസർ ചെയ്യും 1522. അപ്പൊ അവർ പറയും നീ ഇരിക്കുന്ന കാറിന്റെ അടുത്തൊരു ആവശ്യമുണ്ട്, പോലീസിന്റെ എമർജൻസി ഉണ്ട്, അങ്ങോട്ട് പോകാൻ പറയും. അപ്പൊ അവർ ആ കമ്പ്യൂട്ടർ സ്ക്രീനിൽ നമ്മുടെ ഈ കാറിലുള്ള കമ്പ്യൂട്ടർ സ്ക്രീനിലോട്ട് ആ ജോലി അയക്കും. അപ്പോഴാണ് പോലീസിനെ ഡിസ്പാച്ച് ചെയ്യുന്നത്. ചില സമയത്ത് ആൾക്കാരുടെ ഏറ്റവും വലിയ ചോദ്യം എന്ന് പറയുന്നത് ഇപ്പം പറയും, ഞാൻ 911 വിളിച്ചു, എന്റെ തൊട്ടടുത്തൊരു പോലീസ് ഇരിപ്പുണ്ട്, അവൻ എന്താ ഇത് കാണാത്ത, അവൻ എന്താ റെസ്പോണ്ട് ചെയ്യാത്തതെന്ന്. ആക്ച്വലി മനസ്സിലായി, പോലീസിന് ഈ ജോലി ഇപ്പൊ നമ്മൾ 911 വിളിച്ചു എന്ന് പറഞ്ഞാൽ ആ ജോലി ഓട്ടോമാറ്റിക്കലി അന്നേരം വരില്ല. പക്ഷെ ഇത് ഡിസ്പാച്ച് ചെയ്യുന്ന ആൾക്കാരാണ് ജോലി പോലീസിന് അസൈൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ട് പറയണം ഓക്കെ ഞാൻ ആ സ്ഥലത്തോട്ട് പോവുകയാണെന്നുള്ളത്. അപ്പം ആ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ കോള് വരുന്ന ഉടനെ പോലീസുമായിട്ടൊരു ബന്ധമില്ല, കോൾ ടേക്കിങ്ങും ഡിസ്പാച്ചിങ്ങും അത് കഴിഞ്ഞിട്ടാണ് പോലീസിലേക്ക് ഇത് വരുന്നത്. ഈ എമർജൻസി 911 എന്തെങ്കിലും ഇൻസിഡന്റ്, നമുക്ക് റോങ് ഇൻസിഡന്റ് അല്ലെങ്കിൽ ഭയങ്കര ഡേഞ്ചർ ഇൻസിഡന്റ് ഉണ്ടായിണ്ട അങ്ങോട്ട് കയറി ചെന്നപ്പോൾ നമ്മളൊരു പുതിയൊരു സംഭവമാണ് 911 വിളിച്ചിട്ട് നമ്മളൊരു എമർജൻസിക്ക് ഒരാളെ വീട്ടിലേക്ക് കയറി പോകുമ്പോൾ ഒരാൾ അവിടെ ഫൈറ്റിങ്ങോ അല്ലെങ്കിൽ വെടിവെപ്പോ അല്ലെങ്കിൽ ആർക്കെങ്കിലും വയ്യപ്പോൾ ഒരു എമർജൻസി സിറ്റുവേഷനിൽ എന്തെങ്കിലും ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായും. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോപ്പറലായിട്ട് ജോലി ചെയ്ത സമയത്ത് ഞാൻ കോൾ സെന്ററിലാണ് ജോലി ചെയ്തത്. ഞാൻ അപ്പോൾ അവിടെ ആണ് ജോലി ചെയ്ത സമയത്ത് 1-2 ഈ പറഞ്ഞ പോലെ മാസ് ഷൂട്ടിംഗ് ആയിട്ട് വന്നില്ലെങ്കിൽ പോലും നമുക്ക് ആദ്യം 2-3 പേർക്ക് വെടി കൊണ്ട് കഴിയുന്ന ഉടനെ മാസ് ഷൂട്ടിംഗ് ആയിട്ട് ഇത് ചെയ്യും. അപ്പോഴത്തേക്ക് നമ്മൾ ഭയങ്കരമായി
ഒരുപാട് നമുക്ക് നോട്ടിഫിക്കേഷൻ സിസ്റ്റം നമ്മൾ ട്രിഗർ ചെയ്യും. എന്ന് വെച്ചാൽ നമുക്ക് കമ്മീഷണറെ അറിയിക്കണം, ഡെപ്യൂട്ടി കമ്മീഷണേഴ്സിനെ അറിയിക്കണം, പിന്നെ ന്യൂസ് മീഡിയാസിനെ അറിയിക്കണം. അപ്പം അവിടെ ഇരിക്കുന്ന സൂപ്പർവൈസേഴ്സിന്റെയും ഈ കോൾ എടുക്കുന്നവരുടെയും റെസ്പോൺസിബിലിറ്റി ആണ് പെട്ടെന്ന് പിന്നെ കാര്യങ്ങൾ ഇത് ചെയ്യണം. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരാൾ വെടിവെച്ച് ഓടും, അപ്പൊ ഈ 911 വിളിക്കുന്ന ആളായിരിക്കും പറയുന്നത് ഒരു കറുത്ത ജാക്കറ്റ് ഇട്ടവൻ ഓടുന്നു. അപ്പൊ ഉടനെ തന്നെ അത് പോലീസ് അറിഞ്ഞെങ്കിലേ നമുക്കത് ആക്ഷൻ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴത്തേക്ക് ഈ പ്രവർത്തിക്കുന്ന എല്ലാവരും കൂടെ അപ്പം ഒരുപാട് സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തുകൊണ്ട് അപ്പൊ സൂപ്പർവൈസർ ചെയ്യേണ്ട ജോലി പെട്ടെന്ന് സൂപ്പർവൈസർ ചെയ്യും, നോട്ടിഫിക്കേഷൻ ചെയ്യും. കോൾ എടുക്കുന്ന ആൾ പെട്ടെന്ന് ഡിസ്പാച്ചറിനെ അറിയിക്കും, ഡിസ്പാച്ചർ പെട്ടെന്ന് പോലീസിനെ അറിയിക്കും. അപ്പോഴത്തേക്ക് ഒരു പാനിക് മോഡാണ്, മനസ്സിലായി. പെട്ടെന്ന് ഇങ്ങനെയൊക്കെയുള്ള എമർജൻസി കോളുകൾ വന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരു പാനിക് മോഡാണ്. പിന്നെ ഈ പറഞ്ഞ ഓഫീസേഴ്സ് എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഒരു വേറൊരു മൂഡിലാണ്, അല്ലെ? പോലീസിന്റെ ലൈറ്റും സാറൻസും ഇട്ടൊരു പോക്ക് പോകാന്ന് പറയുമ്പോഴത്തേക്ക് പിന്നെ അവർ വേറൊന്നും കാണില്ല, മനസ്സിലായി. അവർക്ക് ഈ ഒരു സംഭവം മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഒരു സെയിം പോയിന്റിലായിരിക്കും. കുറച്ച് നേരത്തെ ഒരു 10-20 മിനിറ്റത്തേക്ക് സ്ട്രെസ് ആയിരിക്കും, മനസ്സിലായി. അതിന്ന് പിന്നെ ശാന്തമായി എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും കറക്റ്റ് ഒരുമിച്ച് നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ഇതായി പറഞ്ഞ പോലെ കോള് മുതല് പോലീസിന്റെ ആക്ഷൻ വരെ എല്ലാവരും കണക്റ്റഡ് ആണ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഡിസ്പാച്ചർ എന്തെങ്കിലും റോങ് അഡ്രസ് കൊടുത്താൽ പോലീസ് പോകുന്ന റോങ് അഡ്രസ്സിലായിരിക്കും, അല്ലെ? അപ്പം എല്ലാവരും കറക്റ്റ് ആയിട്ട് ഒരേ പോയിന്റ് വർക്ക് ചെയ്തെങ്കിലേ നമുക്ക് അതിനൊരു റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അപ്പം എല്ലാവരും ഭയങ്കര സ്പീഡ് മോഡിലായിരിക്കാം, പക്ഷെ എന്നാൽ പോലും ഇങ്ങനെ അപ്പം പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓഫീസേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഇപ്പൊ ആദ്യം ചെല്ലുന്ന ഓഫീസർ പറയും, ഇന്നടത്ത് സീനുണ്ട്, അവിടെ ഒരാളെ പിടിച്ചിട്ടുണ്ട്, അല്ലെ ഒരാൾ വെടിയേറ്റ് കിടപ്പുണ്ട്. അപ്പൊ ഒരാൾ അങ്ങോട്ട് പോകും, ഒരാൾ ഇങ്ങോട്ട് പോകും, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. അങ്ങനെ അത് ഞാൻ പറഞ്ഞ നമുക്കൊക്കെ ചെറിയ കാര്യമാണെങ്കിലും നമുക്കൊന്നും അറിയാത്ത ഭയങ്കരം അതൊക്കെ ഒന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്, ഒന്ന് കണ്ടിരിക്കേണ്ടതാണ്. ഒപ്പം തന്നെ നമ്മളിപ്പോ ഒരുപാട് നിങ്ങൾ തന്നെ മലയാളികൾ ഒരുപാട് സഹായിക്കുന്നുണ്ടാവല്ലോ. അപ്പൊ എന്തെങ്കിലും മരണകാര്യങ്ങൾ വന്നു, എന്തെങ്കിലും മരിപ്പുകൾ വന്നു, അപ്പൊ ഈ മരിപ്പുകൾ വരുമ്പോ ഇവരുടെ ബോഡി നാട്ടിലേക്ക് എത്തിക്കാനായിട്ടുള്ള പ്രൊസീജിയർ ഹെവി ആണോ, നമുക്ക് ഒരുപാട് സമയം എടുക്കുമോ, അതൊക്കെ ഉണ്ട്? അങ്ങനെ ഡിപ്പെൻസ്. ഇപ്പം ഏത് ടൈപ്പ് മരണം നടക്കുന്നതനുസരിച്ച്. ഇപ്പം നമുക്ക് ആക്ച്വലി എനിക്ക് ന്യൂയോർക്കിലെ കോൺസുലേറ്റിൽ നിന്നൊക്കെ നമ്മുടെ മലയാളികൾക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഇപ്പം ഇന്ത്യക്കാരാണെന്നുണ്ടെങ്കിൽ കോൺസുലേറ്റിൽ നിന്നുള്ള കോൾ വരും, പ്ലസ് ഇത് അറിഞ്ഞായിരുന്നോ, എന്താണ് സംഭവം. ഇപ്പൊ 1-2 നമ്മുടെ ഇവിടെ തന്നെ ഡെലവർ റിവറിൽ നിന്ന് നമ്മുടെ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു നോർത്ത് ഇന്ത്യൻ പയ്യന്റെ ബോഡി കിട്ടിയായിരുന്നു, റിവറിൽ നിന്ന്. അപ്പൊ എന്താ സംഭവം നടന്നെന്നോ, ഹി വാസ് മിസ്സിംഗ് എന്നുള്ള ഇതിലായിരുന്നു. പക്ഷെ ഒരു കുറെ കഴിഞ്ഞവന്റെ ബോഡി കിട്ടിയപ്പോഴത്തേക്ക് ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ബോഡി കിട്ടുന്നത്. 10-15 ദിവസം കഴിഞ്ഞാണ് ബോഡി കിട്ടുന്നത്. അപ്പൊ ആകെ ഉള്ളതൊരു റിംഗ് ആണ്. അപ്പൊ പേരൻസ് നാട്ടിൽ നിന്ന് വന്നു, അപ്പൊ ബോഡി അവർക്ക് ഉടനെ കാണണം, അങ്ങനെയൊക്കെ. അപ്പൊ ഇവിടെ കുറെ പ്രൊസീജിയേഴ്സ് ഉണ്ട്. എത്ര നമ്മുടെ ഒരു ടെൻഷനാണ്, നമ്മുടെ ഒരു വിഷമമാണെന്ന് പറഞ്ഞാലും ഇപ്പൊ ബോഡി ജീർണിച്ചതാണ്, അത് ബയോഹാസഡ് മെറ്റീരിയൽ എന്നുള്ള രീതിയിൽ ഇവിടുത്തെ മെഡിക്കൽ എക്സാമിനർ ഇത് ചെയ്തിരിക്കുന്നതാണ്. അപ്പം പേരൻസ് കോൺസുലേറ്റ് പറഞ്ഞു, കോൺസുലേറ്റിനെ വിളിച്ചിട്ട് ചോദിച്ചു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. അപ്പം ചില കാര്യങ്ങളിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അതിനതിൻ്റെതായ പ്രോസസ് ചെയ്തേ പറ്റും. എന്ന് വെച്ചാൽ ബയോഹാസഡ് ആയിട്ടുള്ള കറക്റ്റ് ബയോഹാസഡ് ആണ്, അതുപോലെ അല്ലെങ്കിൽ ഒരു ക്രൈം സീൻ ആണ്, ഇപ്പൊ നമ്മുടെ മോനാണ്, അല്ലെ എന്ത് സംഭവിച്ചാൽ നമുക്ക് ചില കാര്യങ്ങൾ. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പം ഏതെങ്കിലും രീതിയിൽ ഇപ്പം എന്തെങ്കിലും ക്രൈമിൽ ഇൻവോൾവ് ആണ്, അല്ലെങ്കിൽ ഒരു സസ്പീഷ്യസ് ആയിട്ടുള്ള ഡെത്ത് ആണെന്നുണ്ടെങ്കിൽ അതിന്റെ പ്രോസസ്സ് കഴിയുന്നിടം വരെ നമുക്ക് വേറെ ആർക്കും ഒന്നും ചെയ്യാനോ തൊടാനോ പിടിക്കാനോ കാണിക്കാനോ പോലീസ് സമ്മതിക്കില്ല. പക്ഷെ അത് കഴിയുന്ന ഉടനെ നമ്മൾ പ്രോപ്പറായുള്ള ഒരു ചാനൽ പറഞ്ഞു കൊടുക്കും മെഡിക്കൽ എക്സാമിനറിന്റെ ഓഫീസിൽ നിന്ന്. അവരെ കോൺടാക്ട് ചെയ്യാൻ, നമുക്ക് ബോഡി എങ്ങനെ റിക്കവർ ചെയ്യാൻ, നമുക്ക് ബോഡി എങ്ങനെ തിരിച്ചയച്ചു കൊടുക്കാം, എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യും. അങ്ങനെ നമുക്ക് ഒരു കേസ് വന്നു, ഒരു ബോഡി വരെ നാട്ടിലേക്ക് നമുക്ക് ബോഡി വിടണം വിചാരിക്കാം. അപ്പൊ ആ ബോഡി ഒരു കൊലപാതകമായിരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ആ കൊലപാതകത്തിന്റെ റിസൾട്ട് അറിയണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇവിടുന്ന്, അല്ലെങ്കിൽ ഇവിടെ ഇൻവെസ്റ്റിഗേഷൻ കഴിയുന്ന വരെ ബോഡി ഇവിടെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും, അതോ ഇവിടുന്ന് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ആക്ച്വലി പോസ്റ്റ്മോർട്ടം കഴിയുന്നുണ്ട്. മെഡിക്കൽ എക്സാമിനർ ബോഡി റിലീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡിയുടെ പാർട്ട് കഴിഞ്ഞു, ബാക്കിയുള്ളതിന്റെ എവിഡൻസ് അതാണ്. മെഡിക്കൽ എക്സാമിനർ ആണ് ബോഡി റിലീസ് ചെയ്യേണ്ടത്. പോലീസ് ഇപ്പൊ പാക്ക് ചെയ്തിട്ട് നമ്മൾ മെഡിക്കൽ എക്സാമിനർ കൊടുക്കും. പിന്നെ ബോഡി ഹാൻഡിൽ ചെയ്യുന്നത് മെഡിക്കൽ എക്സാമിനർ ആണ്. അപ്പൊ മെഡിക്കൽ എക്സാമിനർ വൺസ് ഇത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബോഡി കൊണ്ടുപോകുന്നതിന് ഒരു പ്രശ്നമില്ല. ചെറിയ കാര്യങ്ങളായാലും നമുക്കൊരു ഇൻഫോർമേഷൻ കിട്ടും. നിങ്ങൾ പരമാവധി ഇൻഫോർമേഷൻ എടുക്കണേ, വിത്ത് ഇൻഫോർമേഷൻ ആണ്. ചിലപ്പോൾ ഇത് ഈ കാണുന്ന വീഡിയോ അല്ലെങ്കിൽ നമ്മൾ ഇതൊക്കെ പറയണതെന്ന് വെച്ചാല് നമ്മൾ വിചാരിക്കുന്ന നാട്ടിൽ നമുക്ക് തരേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ അമേരിക്കയിലുള്ള മലയാളികൾ തന്നെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമില്ലാത്ത ആൾക്കാർ, പരിചയപ്പെടാണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ഒരു ഇൻസിഡന്റ് വരുമ്പോൾ അവർക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്ത ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് ഒരു ചെറിയ ഇൻഫോർമേഷൻ, ആരെങ്കിലും എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷനിൽ ഈ വീഡിയോ കാരണം രക്ഷപ്പെട്ടത്. അതുപോലെ ഈ ഇവിടാണ് പണ്ടൊരു ഭയങ്കര ഇൻസിഡന്റ് ആണ്. ഒരു ടാങ്കർ ലോറി വന്നിടിച്ച് കയറി, താഴെ കൂടെ പോയൊരു ടാങ്കർ ലോറി ഇടിച്ച് കയറി, കത്തി പാലം, ഈ ബ്രിഡ്ജ് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീണായിരുന്നു. ഫുള്ള് ഭയങ്കര ഇൻസിഡന്റ് ഈ സൈഡ്. അത് കഴിഞ്ഞിട്ട് അവരിതിപ്പോ റീബിൽഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പം
മൊത്തത്തിൽ. അപ്പൊ പിന്നെ ഗവർണർ പ്രത്യേകം ഇത് ചെയ്തുകൊണ്ട് വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ തന്നെ അവര് പെട്ടെന്ന് ഇത് ഓപ്പൺ ആക്കുക. എന്ന് വെച്ചാൽ ഇനി നമ്മൾ കയറുന്നതാണ് 95. ഇത് ഇന്റർസ്റ്റേറ്റ് കണക്ട് ചെയ്യുന്നതാണ്. ഇപ്പം ന്യൂയോർക്ക്, ന്യൂജേഴ്സി പോകാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് കണക്ട് ചെയ്യുന്ന ഇന്റർസ്റ്റേറ്റ് ഇതാണ് 95. അപ്പം ഇത് ഷട്ട് ഡൗൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മെയിൻ അല്ലാതെ എല്ലാം തകരും. അതാ പറഞ്ഞേ. അപ്പം ഈ പാലം അങ്ങനെ തകർന്ന സമയത്ത് അവർ വിത്തിൻ 60 ഡേയ്സിനുള്ളിൽ തന്നെ അവര് ഇത് ഫിക്സ് ചെയ്ത്. നമ്മൾ അമേരിക്കയിൽ വന്നിട്ട് ഏറ്റവും നമ്മൾ അമേരിക്ക സ്വപ്നം കണ്ട് അമേരിക്ക കാണാൻ വരുമ്പോഴേ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ റോഡിൻ്റെ അറ്റത്ത് ഇങ്ങനെ ബിൽഡിങ്ങൾ വന്ന് നിൽക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല. ഞാൻ കഴിഞ്ഞ തവണ ഡാലസ് വന്നപ്പോൾ ഈ ഒരു സംഭവം ഞാൻ ഡാലസിലും ചിക്കാഗോയിലും ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. ഒരു സിറ്റിയിലേക്ക് നമ്മൾ അടുക്കുന്നതോറും ഒരു ഹാപ്പിനെസ് ആണ് നമുക്ക് അല്ലേ. വളരെ കറക്റ്റ്. അതുപോലെ എല്ലാ സിറ്റിയിലും ഈ പറഞ്ഞ പോലെ സെൻട്രൽ സിറ്റി അല്ലെങ്കിൽ ബ്രോഡ്വേ അല്ലെ ബ്രോഡ് വാക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ സിറ്റിയുടെ നടുക്ക് എപ്പോഴും ഈ പറഞ്ഞ പോലെ ഭയങ്കരമായ ആ ഒരു സ്കൈ വ്യൂ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. കറക്റ്റ്. അത് എസ്പെഷ്യലി നൈറ്റിലൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ കാണാൻ അടിപൊളിയാണ്. അപ്പൊ നമ്മൾ ആ ഫിലാഡൽഫിയ സിറ്റിയുടെ അകത്തേക്കല്ലോ നെഞ്ചത്തേക്ക് കയറാനായിട്ട് നമ്മൾ ഇങ്ങനെ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ പോയിട്ട് കാഴ്ചകൾ നമുക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം കേട്ടോ. ആ പാലം കയറി ഇറങ്ങി അപ്പുറത്തെ സൈഡ് ന്യൂജേഴ്സി, ഇപ്പുറത്തെ സൈഡ് ഇതാണ്. ഈ പാലം കടന്നു കഴിഞ്ഞാൽ ഫിലാഡൽഫിയ ന്യൂജേഴ്സി വരുമ്പോലെ. കറക്റ്റ്. അവിടെ നിന്ന് ഇതിന്റെ സൈഡ് അപ്പുറത്തെ സൈഡ് ന്യൂജേഴ്സി, ഇപ്പുറത്തെ സൈഡ് ഫിലാഡൽഫിയ. ഓക്കെ. ഇവിടെ എന്തോ ഒരു പ്രൊഡക്ഷൻ ഫിലാഡൽഫിയ ഇലക്ട്രിക് കമ്പനി ഡെലവേർ സ്റ്റേഷൻ ഇടയ്ക്ക് അതുകൊണ്ട് കേട്ടോ. അങ്ങനെയുണ്ട്. ഫിലാഡൽഫിയ ആയിരുന്നു പണ്ട് നമ്മുടെ പണ്ടത്തെ ഏറ്റവും കൂടുതൽ പ്രൊഡക്ഷൻസ് പറഞ്ഞ പോലെ എല്ലാവിധ പ്രൊഡക്ഷൻസ്. അതുകൊണ്ട് തന്നെ ആയിരുന്നല്ലോ ഇപ്പോൾ ക്യാപിറ്റൽ ആയിരുന്നത്. കാരണം ഇവിടെ നമുക്ക് റിവർ ഉണ്ട്, അല്ലെങ്കിൽ പോർട്ടുണ്ട്, എല്ലാ ആക്സസ് ഉണ്ട്. കറക്റ്റ്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ മാപ്പിൽ വെച്ച് നോക്കുമ്പോ ഒന്നും അടുത്ത് കാണാൻ തോന്നില്ല. അതിന്റെ ഉള്ളിൽ റിവറിൽ കൂടെ ഒക്കെ കപ്പൽ വന്നിട്ട് ഇങ്ങനെ പോണ കാണാം അല്ലേ. മാപ്പിൽ നമുക്ക് ഇത് സൂം ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഈ റിവറുകൾ വന്ന് ഡെലവേർ റിവർ എന്ന് പറയുന്നതാണ്. ഇവിടെ നമുക്ക് വലിയൊരു ഷിപ്പ് യാർഡും നേവി യാർഡും എല്ലാം ഉണ്ട്. ഓക്കെ. നമ്മള് പട്ടണത്തേക്ക് പതുക്കെ അടുത്തോണ്ടിരിക്കട്ടോ. നമ്മൾ ആ കാണുന്ന ക്ലോക്ക് ടവർ ഉണ്ടല്ലോ, അതാണ് ഇപ്പോഴത്തെ നമ്മുടെ പുതിയ പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ്. അതിന്റെ താഴെയാണ് അത് ഈ പറഞ്ഞ പോലെ പണ്ടത്തെ അമേരിക്കയിലെ തന്നെ 4th ലാർജസ്റ്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് ആണ് ഫിലഡൽഫിയ പോലീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പം ഈ നമ്മുടെ അതിന്റെ ക്ലോക്കിന്റെ താഴെയാണ് നമ്മുടെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ്. അത് പണ്ടത്തെ ഒരു 100 വർഷത്തിൽ പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. എൻക്വയർ എന്ന് പറയുന്ന പത്രക്കാരുടെ ഇതിൽ നിന്ന് നമ്മളിപ്പോൾ ലീസ് എടുത്തിട്ട് പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹോൾ ഹെഡ് ക്വാർട്ടേഴ്സ് അങ്ങോട്ട് കൊണ്ടു. പോലീസും ഫയറും എല്ലാം ഇപ്പൊ അതിന്റെ ആ ബിൽഡിങ്ങിലാണ്. നമ്മുടെ ചൈനീസിന്റെ ഒരു സെക്ഷനിലേക്ക് പോകണമെന്ന് ഫുള്ള് ചൈനീസ് ആണ് ഇരിക്കണല്ലോ. നമ്മുടെ ചൈന ടൗൺ എന്ന് പറയും. സെൻട്രൽ സിറ്റിയിലെ ചൈന ടൗൺ ആണ്. ഇവിടെ മൊത്തം ഇനി അങ്ങോട്ട് ഫുള്ള് ചൈനീസ് റെസ്റ്റോറന്റുകളെ, ഷോപ്പുകളെ, എന്ത് പിന്നെ നമ്മുടെ ചൈന ടൗണിലേക്ക് കയറിയതാണ്. ചൈനീസ് സ്ട്രീറ്റിലേക്ക് കയറുന്ന പോലെയല്ല. റൈറ്റ് സൈഡ് ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് ചൈനയാണ് കേട്ടോ. ഒരു മാറ്റമില്ല. ചൈനക്കാരും അമേരിക്കാരും ഇടിയ എന്ന് പറഞ്ഞൊന്നും കാര്യമില്ല. ചൈനക്കാര് വരണം. അങ്ങനെയുണ്ട് റൈറ്റ് സൈഡിലൊക്കെ കാണാ. നമ്മള് ഹോങ്സോങ്ങിലൊക്കെ പോയ പോലത്തെ ഒരു മൂടാട്ടാ ഹോങ്കോങ്. ഇവിടെ ഫുള്ള് ചൈന വിട്ടിട്ടൊരു കളിയില്ലേ അവർക്ക്. ഒരു റെഡിഷ് മൂഡ് വരും ചൈനയിൽ കയറുമ്പോ അല്ലേ. ഇവിടെ ചൈനക്കാര് നല്ല പോപ്പുലേഷൻ ഒന്നുമില്ല ഈ ഭാഗത്ത്. നമുക്ക് ഇവിടെ കൂടുതലായിട്ട് ചൈന ടൗൺ ആയതുകൊണ്ട് ഇവിടെ അവരുടെ ബിസിനസ്സുകളും കാര്യങ്ങളെല്ലാം. മാർക്കറ്റൊക്കെ ഫുൾ സജീവമാണല്ലോ അല്ലേ. പിന്നെ ഫുള്ള് ഈ പറഞ്ഞ പോലെ സ്ട്രീറ്റിലൊക്കെ വെച്ച് കരിമ്പ്, നമ്മുടെ കരിമ്പ് സാധനം. അമേരിക്ക എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലടാ. എല്ലാ സംഭവങ്ങളും സ്ട്രീറ്റിലിങ്ങനെ. ചൈനക്കാരുടെ അടുത്ത് കളിക്കുമ്പോൾ അങ്ങനെയുണ്ട് ഒരു പ്രശ്നമേ. ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ഇവിടത്തെയും പോലെ കാണുന്ന നമ്മുടെ കവാടം, ചൈനീസ് കവാടം താണ്ടി നമ്മൾ ഫിലാഡൽഫിയ തുടങ്ങിയ ഈ ചൈനീസ് ടൗൺ കഴിഞ്ഞിട്ട് വേണം പോകണമെന്ന് തോന്നുന്നില്ല. മെയിൻ ഇത് നമ്മൾ സെൻട്രൽ സിറ്റിയുടെ തന്നെ നടുക്ക് ചൈന ടൗൺ വെച്ചേക്കുന്ന. ആക്ച്വലി ഇപ്പം ഒരു ഇത് നടക്കുന്നത് ഇത് ഇവിടുന്ന് മൂവ് ചെയ്യാൻ പൊളിച്ച് മാറ്റണം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവിടെ വേറെ വലിയ അറേന വരുത്താൻ വേണ്ടി ഉള്ള പ്രശ്നങ്ങളും അതിന്റെ ലോ നടക്കുവാണ്. നമുക്ക് അധികം ലോ പിടിക്കാൻ പറ്റില്ല. അതാ ഇപ്പൊ അതിന്റെ ഇപ്പം സിറ്റിയുമായിട്ട് ഒരുപാട് ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇത്ര നാളത്തെ ഈ പോലീസ് ജീവിതത്തില് ചൈനക്കാരുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കേസ് കൂട്ടൊക്കെ വരാറുണ്ട്? ചൈനക്കാർ പൊതുവെ ശാന്തശീലരാണ്. നമ്മൾ ചൈന എന്ന് മാത്രമല്ല നമ്മുടെ ഏഷ്യക്കാർ മൊത്തത്തിൽ പോലീസ് അല്ലെങ്കിൽ ക്രൈമിൽ നിന്നൊക്കെ അകന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നു പോകുന്നു. പക്ഷെ നമ്മുടെ ആൾക്കാരാണ് ഒരുപാട് പേര് വിക്ടിം ആവുന്നത്. ഇപ്പൊ ചൈനക്കാരെ അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണ് എന്നുള്ള ഒരു ഐഡിയ ഈ ക്രിമിനൽസിനുണ്ട്. അപ്പൊ ഒരുപാട് അങ്ങനെയുള്ള കേസുകൾ വരുന്നുണ്ട് നമ്മുടെ ആൾക്കാർ. ഒരുപാട് എന്ന് വെച്ചാൽ ഇതിലധികം പേരും ചിലപ്പോൾ ഇംഗ്ലീഷ് പ്രോപ്പറായി സംസാരിക്കില്ല, അല്ലെങ്കിൽ കംപ്ലൈന്റ് കൊടുക്കില്ല എന്ന് ഈ ക്രിമിനൽസിന് അറിയാം. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ കാറുകളെ, മാലകളെ, അങ്ങനെ മോഷണങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട് ഏഷ്യൻസിനെതിരെ. അപ്പം ഏഷ്യൻ ഹെയ്റ്റ് ക്രൈം എന്ന് പറഞ്ഞ് ഇവിടെ ഒരു ഇത് തന്നെ ഉണ്ട്. ഏഷ്യൻസിനെതിരെ ഹെയ്റ്റ് കൊണ്ട് നടത്തിയ ക്രൈം ആണെന്നുണ്ടെങ്കിൽ അവർ ആ രീതിയിൽ വേറെ എക്സ്ട്രാ ചാർജസ് ആണ്. നമുക്കിന്ന് റൂഫ് ടോപ്പുള്ള കാരണം വിഷ്വൽസിന് ഒരു ക്ഷാമം ഉണ്ടാവില്ല കേട്ടോ. വിഷ്വൽസ് നിങ്ങൾക്ക് നമ്മൾ ഇതുവരെ കാണിക്കാത്ത കുറെ സാധനങ്ങൾ കാണിച്ചു തരും കേട്ടോ. ഇവിടെയാണ് കാർ ഷോസ് അല്ലെങ്കിൽ ഇവിടെ ഉള്ള എന്ത് മെയിൻ ഇവന്റ് നടക്കണമെങ്കിലും ഈ കൺവെൻഷൻ സെന്റർ ഇതിങ്ങനെ ഒരു 3-4 ബ്ലോക്ക് റേഡിയസ് വലുപ്പമാണ്. ഇങ്ങനെ നമുക്ക് വലുപ്പം തോന്നിയില്ലെങ്കിലും ഇതിങ്ങനെ 1, 2, 3 ബ്ലോക്കുകൾ ഇങ്ങനെ കണക്ട് ചെയ്ത് അണ്ടർഗ്രൗണ്ടും മേളിൽ കൂടെ മെട്രോ അത് തന്നെ ഇവിടെ കാറിന്റെ എല്ലാ എക്സ്പോകളും ഒക്കെ വരുന്നത് ഇവിടെ. കറക്റ്റ്. ഇവിടെ കൂടുതൽ മലയാളികൾ ജോലി ചെയ്യണത് IT-ലും ഹോസ്പിറ്റലിലൊക്കെ തന്നെയാണല്ലേ? കറക്റ്റ്. ഇവിടെ നമുക്ക് ടെമ്പിള്, ഡ്രഗ്സല്, അങ്ങനെ കുറെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളും അതുപോലെ തന്നെ അവരുടെ തന്നെ ഇതുകൊണ്ട് ഹോസ്പിറ്റൽസും. നമ്മുടെ ഒട്ടുമിക്ക മലയാളികളും നേഴ്സസ്, ഡോക്ടേഴ്സ് എല്ലാവരും ജോലി ചെയ്യുന്നതും ഇവിടെയൊക്കെ തന്നെ ആണ്. കറക്റ്റ്. നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും ആ സ്ഥലത്തൊരു ആളായിട്ട് നമ്മൾ വ്ളോഗ് ചെയ്യാനായിട്ടുള്ള മെയിൻ ഉദ്ദേശം എന്താണെന്നറിയോ? ബ്ലസൻ ചേട്ടൻ നമ്മളൊരു സ്ഥലത്തേക്ക് പോകണമെന്ന് ആക്കിയിട്ടുണ്ട് കേട്ടോ. നോക്കി നിങ്ങൾ, ടൗണിൻ്റെ ഏറ്റവും മേലെയുള്ളൊരു പാർക്കിംഗ് ആണ്. പക്ഷേ ഇവിടുന്ന് നമുക്ക് ഡ്രോൺ പറപ്പിക്കാനായിട്ടുള്ളൊരു സ്കീമുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ ഡ്രോൺ പറപ്പിക്കാമെന്ന് വിചാരിച്ചു. ഒരാളിൻ്റെ മുകളിൽ കയറിക്കണുണ്ടോ? അതാണ് വില്യം പെൻ. മനസ്സിലായോ? വില്യം പെന്നിൻ്റെ സ്റ്റാച്ചു ആണ് ആ നിൽക്കുന്നത്. നമ്മുടെ സിറ്റി ഹോളിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഇതാണ്. അങ്ങനെ നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മളെന്താ അടുത്ത സ്റ്റെപ്പ് പഠിക്കാം നമുക്ക്? നമ്മളിപ്പോൾ ആക്ച്വലി നമ്മൾ സിറ്റിയുടെ നടുക്കാണ്. നമ്മൾ നേരെ പോയി സിറ്റി ഹോൾ ഒന്ന് കണ്ടിട്ട് ഇവിടുത്തെ കോർട്ട് അങ്ങനെയുള്ള കുറച്ച് മെയിൻ ബിൽഡിങ്സ് ഒന്ന് നോക്കിയേക്കാം. അങ്ങനെ നമ്മൾ ഇനി ഫിലാഡൽഫിയ സിറ്റി കാഴ്ചകളിലേക്ക് പതുക്കെ കിടക്കണം. ആദ്യം നമ്മൾ പള്ളിയെ പോയിട്ട് തമ്പുരാനെ കണ്ടിട്ട് പോവാം അല്ലേ? ഇവിടെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സൈഡിൽ ഇവിടുത്തെ ബിൽഡിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ 200-300 വർഷങ്ങളൊക്കെ പഴക്കമുള്ള ബിൽഡിങ്ങുകളാണ് കേട്ടോ. പള്ളി കണ്ടിട്ട് നമ്മൾ നേരെ സിറ്റി ഹോളിലേക്ക് പോട്ടാം. ആൾക്കാർ ഹോംലെസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ഇരിക്കുന്നുണ്ട് അവിടെ അല്ലേ? ഹോംലെസ് കൂടുതലുണ്ട്. ഉറങ്ങണം നോക്കിയ ആൾ കണ്ട പള്ളിയിലെ സൈഡിലുള്ള അഭിപ്രായം. ഈ ഹോംലെസ് എല്ലാവരും തന്നെ പ്രശ്നക്കാരൊന്നല്ല അല്ലേ? അല്ലല്ല, അതിപ്പം ഈ പറയുന്ന പോലെ സാഹചര്യങ്ങൾ കൊണ്ട് ഹോംലെസ് ആയ ആൾക്കാരുണ്ട്. ചേച്ചിയൊക്കെ പോയി എടുക്കാട്ടോ. ഇതിപ്പോ നമ്മൾ കറക്റ്റ് നിൽക്കുന്നത് സിറ്റിയുടെ ഡെഡ് സെന്ററിലാണ്. ഇതാണ് നമ്മുടെ സിറ്റി ഹോള്. ഓൾമോസ്റ്റ് 124 വർഷത്തോളം പഴക്കമുള്ള ബിൽഡിംഗ് ആണ്. 124 വർഷം? 124 വർഷത്തെ പഴക്കമായി നമ്മുടെ സിറ്റി ഹോളിനുണ്ട്. ആക്ച്വലി ഇത് JF കെന്നഡി ബുളവാർഡ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ കണ്ട ആ സ്റ്റാച്ചുവിന്റെ നമ്മള് ഡ്രോൺ ഷോട്ട് നിങ്ങൾ കണ്ടറിയാം. മേലെ നമ്മൾ സ്റ്റാച്ചുവിന്റെ അവിടേക്ക് പറത്തിണ്ടായിരുന്നു. അപ്പോൾ ജോർജ് വാഷിംഗ്ടൺ എന്തോ കരാർ ഒപ്പിട്ടിട്ടുണ്ടല്ലോ. കടലാസ് അല്ലെങ്കിൽ തുണി കൈമാറണം കേട്ടോ. ഡീല് പറയാന്ന് പറയില്ലേ? ഡീല് പറഞ്ഞു കൊടുക്കണം കേട്ടോ. വാഷിംഗ്ടൺ ഇല്ലാണ്ട് അമേരിക്ക ഉണ്ടോ? അപ്പം ഇത് സിറ്റി ഹോളിലാണ് നമ്മുടെ മേയറിന്റെ പ്ലേസ്, നമ്മുടെ കൗൺസിൽ മെമ്പേഴ്സ്, അതുപോലെ തന്നെ സിറ്റിയെ മൊത്തം കൺട്രോൾ ചെയ്യുന്ന എല്ലാ യൂണിറ്റും ഇതിനകത്താണ്. അതുപോലെ തന്നെ നമ്മുടെ കോർട്സ് ഉണ്ട്, സുപ്രീം കോർട്സ് ജഡ്ജസ് ഇതിനകത്തുണ്ട്. അങ്ങനെ എല്ലാം ഡയറക്റ്റ് കാണാൻ പറ്റുമോ? നമുക്ക് നേരെ കയറി നമുക്കകത്ത് കയറാം. നമുക്കകത്ത് കയറി ഒന്ന് വാക്ക് അറൗണ്ട് ചെയ്ത് കാണാം. അപ്പോഴേ നമുക്ക് ഇതിന്റെ വലുപ്പവും മനസ്സിലാവത്തുള്ളൂ. നമ്മളത് റോഡൊക്കെ ക്രോസ് ചെയ്ത് ഓരോ സിറ്റിയിലേക്ക് വരുമ്പോൾ ഓരോരോ തന്നെ കാഴ്ച ഫിലാഡൽഫിയ.
ഫുൾ സ്റ്റാച്യൂസ് ഉണ്ട് അവിടെ നോക്കി 1820 കേട്ടോ. 1-2 വർഷം മുമ്പല്ല, 1820 ഏകദേശം 200 വർഷം മുമ്പ് ഉണ്ടാക്കിയെടുത്തുള്ള കുതിരയുടെ ഒറിജിനാലിറ്റി കാണുമ്പോൾ അടുത്ത രസം. അതിന്റെ ഞരമ്പുകൾ പോലും നമുക്ക് കുതിരയുടെ ഞരമ്പ് കാണണ്ട. 1820 ഞരമ്പും മണിയൊക്കെ ഉണ്ട് കേട്ടോ, എല്ലാ സാധനവും ഉണ്ട് കേട്ടോ, അങ്ങനെയുണ്ട്. അതുപോലെ നമ്മൾ ഈ ബിൽഡിംഗ് നോക്കിയാൽ കാണാം കൊത്തുവർക്കുകളാണ് ഫുള്ള്, മനസ്സിലായോ? നമ്മളറിയില്ലല്ലേ അടുത്തോട്ട് വരുമ്പോഴാണ് നമുക്ക് അതിന്റെ അടുത്ത് വരുമ്പോഴേ ഇത് അറിയത്തുള്ളൂ. മുകളിലേക്ക് പോകും തോറും സിറ്റിയുടെ സ്റ്റാച്യൂസിന്റെ ഇത് കണ്ടോ, അത് സ്റ്റാച്യൂസിന്റെ ഒറിജിനാലിറ്റി കൊണ്ട് ഒപ്പം തന്നെ അല്ലേ ഫിനിഷിംഗ് വർക്ക് ഇതിന്റെ മേലെ നിന്നിട്ട് ഫിനിഷ് ചെയ്യേണ്ടത്. അതുപോലെ ആ കാണുന്നതാണ് ഇവിടത്തെ ഫിലഡൽഫിയയിലെ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത്. ബിൽഡിംഗ്, ആ ഫ്ലാഗ് ഉള്ള ബിൽഡിംഗ് ആണ് കോർട്ട്. അവിടാണ് ഇപ്പൊ നമ്മൾ പോലീസ് പിടിക്കുന്ന എല്ലാ ക്രിമിനൽസിന്റെയും എല്ലാ കേസുകളും നടക്കുന്നത് ആ കോർട്ടിലാണ്, CJC എന്ന് പറയും. പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഫാമിലി കോർട്ടുണ്ട്, ട്രാഫിക് കോർട്ടും ഉണ്ട്. അത് രണ്ടും ഡിഫറെന്റ് ലൊക്കേഷൻസിലാണ്. നമുക്ക് ജയിലിൽ ഇപ്പൊ 1000 പേരെ കപ്പാസിറ്റി ആണെന്ന് വിചാരിക്കാം. 1000 കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ നമുക്ക് ടെമ്പററി ഫെസിലിറ്റീസ് ഓപ്പൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് കറക്ഷൻസ്, അപ്പൊ നമുക്ക് ഓൾറെഡി അറിയാം നമുക്ക് ഓൾമോസ്റ്റ് 6000 ഇൻമേറ്റ്സ് മുതൽ 10,000 ഇൻമേറ്റ്സിനെ നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള. അതിനനുസരിച്ച് അല്ലെങ്കിൽ ചെറിയ ചെറിയ ക്രൈം ഉള്ളവരെ നമ്മൾ റിലീസ് ചെയ്യുകയും എന്നിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി. അതാ പറഞ്ഞത്, അതാ തീർച്ചയായിട്ടും ഒക്കെ കീപ്പ് ചെയ്യാം, ഭീകരരെ കീപ്പ് ചെയ്യാം. ബാക്കിയുള്ള പെറ്റി ക്രൈംസിനുള്ളവർക്ക് നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഒരു സൈഡിൽ ഒരു സാധനം ഇരിക്കുന്ന കാരണം കുഴപ്പമില്ല. നമ്മുടെ സേഫ്റ്റി ഉള്ളത് നമ്മുടെ കയ്യിലുണ്ട്. അതെ, എനിക്കൊന്നും പേടിക്കണ്ട. എന്നെ വെടിവെച്ചിട്ടല്ലോ അയാളെ വെടിവെച്ചിട്ടുള്ളൂ. തീർച്ചയായും. അപ്പൊ നമ്മള് സിറ്റി ഹോളിന്റെ ഫിലാഡൽഫിയ വന്ന മിസ്സാക്കാൻ പാടില്ലാത്തൊരു മെയിൻ കാഴ്ച ഉള്ളി കൂടെ സൈക്കിളൊക്കെ ആണ്. ഇത് 4 സൈഡും കണക്റ്റഡ് ആണ്, ഈസ്റ്റ് വെസ്റ്റ് ക്രോസ് ചെയ്യാൻ. നമുക്കിപ്പോ ഇവിടെ നമുക്ക് പല പല കാര്യങ്ങൾക്ക് വേണ്ടി വരുന്ന ആൾക്കാരുണ്ട്. ഇതിനകത്ത് തന്നെ പോലീസിന്റെ ഞങ്ങൾ ഇപ്പം വന്ന് പഞ്ചിങ് ചെയ്യുന്ന കോർട്ട് സിസ്റ്റത്തിന്റെ ഇതുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് സിറ്റിയിൽ നിന്ന് എന്തെങ്കിലും പെർമിറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ അതിന് വരാം. പക്ഷെ ഇതിന്റെ ആകെ ഉള്ളൊരു ദോഷം എന്ന് പറഞ്ഞാല് ലോസ്റ്റ് ആയി പോകും. നമ്മൾ കയറിയ വഴി ഏതാണെന്ന് അറിയില്ല, 4 ഭാഗത്തോട്ട് നമുക്ക് ഇറങ്ങാൻ പറ്റും. അതുപോലെ തന്നെ 4 സൈഡിലോട്ട് ഇതിങ്ങനെ ഹ്യൂജ് ആയി കിടക്കുന്ന പ്ലേസ് ആണ്. അതുപോലെ തന്നെ ഈ സ്റ്റാച്യൂസും ബിൽഡിങ്സിനകത്ത് ഇതൊക്കെ അന്ത കാലത്തിട്ടാ 200 വർഷം 150 വർഷങ്ങൾക്ക് മുമ്പ് ഇത് മറ്റേ സ്ലേവ്സിന്റെ ഒരു തീമാണ് വെച്ചിരിക്കുന്നത് രീതിയിൽ. ഒരു ആഫ്രിക്കൻ ടച്ച് അവിടെ കണ്ടിട്ട് എവിടെയോ ഇതാണ് കോർണർ സ്റ്റോൺ ഓഫ് ദി ബിൽഡിങ്ങിന്റെ കോർണർ സ്റ്റോൺ, നമ്മളിലെ മൂലക്കല്ല് എന്നൊക്കെ പറയുന്ന മൂലക്കല്ല്. അതിങ്ങനെ ഡിസ്പ്ലേ വെച്ചിട്ടുണ്ടല്ലേ. അത് തന്നെ 1874 അല്ലേ. അതാ പറഞ്ഞത് 150 വർഷം മുമ്പ് ഉണ്ടാക്കിയ ആ സ്റ്റോൺ അന്ന് അവരവര് ഇവിടെ കടല പൈസ കിട്ടു പോകണ്ടോ, ചില്ലറ പൈസ കാശിലാണ്ടൊരു കളിയില്ലേട്ടാ. അങ്ങനെയുണ്ട്. ആന, സിംഹം, ഇങ്ങനെ ഓരോ കോർണറിലും ഓരോ സ്റ്റാച്ചുവിന്റെ ഓരോ പ്രതിമകളാണ് അവർ ഇത് ചെയ്ത് ഡീറ്റെയിലിംഗ് ആട്ടോ. ഒരു തോണുമ്പോൾ ഒരു ആണാണെങ്കിൽ ഒരു തോണുമ്പോൾ ഒരു പെണ്ണുണ്ടാ. ഓക്കെ, അതുപോലെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് ഈ കാണുന്ന ഒരിത്. ഈ കാണുന്നതെന്ന് പറഞ്ഞാൽ ഇത് ലോകത്തിന്റെ വേറെ ഏതോ സ്ഥലത്തുള്ള ആൾക്കാരുമായിട്ട് നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് കൈ കാണിക്കാൻ, അവർക്ക് നമ്മളെ കാണാൻ, നമുക്ക് അവരെ കാണാനും. അപ്പൊ അവരിപ്പം സ്ഥലം പാരീസ് ആയിരിക്കാം, ചിലപ്പം അവര് നമ്മളെ ഇങ്ങനെ ഓരോന്ന് കാണിക്കും, നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കാണിക്കും. അത് നല്ലൊരു പരിപാടിയാണല്ലോ. ചേച്ചി ഇവിടെ നോക്കണോക്കിയാ. അതെ അതെ, ചേച്ചി ഇന്നത്തെ ഹാപ്പനിങ് മൂഡായിട്ട് എന്തായാലും നോക്കിയാ. ഇതേ അതെ രാജ്യം ലോകത്തെ എവിടെയോ ഉള്ളൊരു ആൾക്കാരാട്ടാ. ക്യാമറ ലൈവാ. കറക്റ്റ്. അടുത്ത ആള് വന്നു, ചെക്കൻ വന്നു, ഒരു ട്രാക്ടർ ഇരിക്കുന്നുണ്ട്, ജസ്റ്റ് കൈ കാണിക്കുന്നു. അപ്പൊ അവർക്ക് നമ്മളെ കാണാം, അവർക്ക് നമ്മളെ നമുക്ക് അതിന്റെ ഉള്ളിൽ കാണാൻ പറ്റില്ല അല്ലേ. ആരും വരുന്നില്ല താറ്റ പറയാനായിട്ട്. ആരെങ്കിലും ഉണ്ടോ അവിടെ? ഇല്ല, ആരും ഇല്ലട്ടാ. അതിവിടെ നൈറ്റ് ആണ് കണ്ടോ. നൈറ്റ് എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഇന്ത്യ ടൈമിലായിരിക്കും, അല്ലെങ്കിൽ യൂറോപ്പ് ആയിരിക്കും അല്ലേ. യൂറോപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ലിത്വേനിയ. ഓക്കെ, ലിത്വേനിയയിലത്തെ ആൾക്കാരാണ് എഴുതിക്കണേടാ. ഫ്ലാഗ് കാണിച്ചിട്ടുണ്ട്. അടിപൊളി. നല്ല രാഷ്ട്രീയ ആൾക്കാർക്ക് നേരം പോകാൻ പറ്റിയ ഒരു സംഭവം അല്ലേ. കറക്റ്റ്. പിന്നെ ഇത്രയും വലിയ സിറ്റിയുടെ നടുക്ക്, ഇത്രയും വലിയ സിറ്റി ഹോൾ ഇരിക്കുന്നതിന്റെ നടുക്ക് ഇതിന്റെ അണ്ടിൽ കൂടാണ് അണ്ടർഗ്രൗണ്ട് സബ്സ്റ്റേഷൻ. ഇതറിയില്ലല്ലോ നമുക്ക്. ഇല്ല, ഇത് നമ്മൾ അറിയത്ത് പോലും ഇല്ല. ഇതിന്റെ അടിയിലൂടെ പോണേട്ടാ. ഇത്രയും ഹ്യൂജ് ബിൽഡിങ്ങിന്റെ ഒക്കെ അകത്താണ് സബ്സ്റ്റേഷൻ പോണത്. ഇപ്പൊ നമുക്ക് അകത്തോട് ചെല്ലുമ്പോൾ നമുക്ക് സൗണ്ട് കേൾക്കാം, ട്രെയിൻ വരികയും പോവുകയും ചെയ്യുന്നതിന്റെയും. അന്നത്തെ കാലത്ത് ആ ബുദ്ധി ഉപയോഗിച്ചു നമ്മൾ ന്യൂയോർക്കിലൊക്കെ കണ്ടപ്പോഴേ. അത് തന്നെ ഏതാ ലോകം.
എടുക്കുന്നവർക്ക് മാത്രമേ ഇത് എവിടോട്ട് കണക്ട് ചെയ്യുന്നതാണ്, എവിടെ ഇറങ്ങണം, എവിടെ പോകണമെന്നൊക്കെ ഇപ്പം ഒരു സൈഡിലോട്ട് പോയാൽ അടുത്തടുത്തോട്ട് പോകുന്ന, അടുത്തടുത്തോട്ട് പോയാൽ അടുത്തടുത്തോട്ട് ടൗൺ മൊത്തം അണ്ടർഗ്രൗണ്ട് തന്നെയാണല്ലേ? കറക്റ്റ്, ഫുള്ള്. എന്നുവെച്ചാൽ മേളിൽ ഇതൊന്നും നമുക്ക് അറിയാനില്ല. ഇപ്പൊ സിറ്റി മൊത്തം എന്തൊക്കെ സംഭവിക്കണം അതാണ്. ഇവിടെ വേറൊരു ലെവലിലാണ്. അപ്പൊ നമുക്ക് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്റ്റയുടെ കാർഡ് ഉണ്ട്, അത് കാർഡ് സ്കാൻ ചെയ്ത് നമ്മൾ കയറി അങ്ങോട്ട് പോകുന്നു, ഇത് ചെയ്യുന്നു, അവിടുന്ന് ആൾക്കാർ ഇറങ്ങും. എത്ര മണിക്കൂറുണ്ട് ന്യൂയോർക്കിലേക്ക്? ഇവിടുന്ന് ഇപ്പൊ നമ്മൾ ന്യൂയോർക്കിൽ പോകുന്ന ആംട്രാക്ക് എന്ന് പറയുന്ന ഇച്ചിരി ഫാസ്റ്റ് ട്രെയിൻ ആണ്. ഇതെന്ന് പറയുന്നത് ലോക്കലിൽ ഓടുന്ന, അണ്ടർഗ്രൗണ്ട് സ്റ്റേഷൻസിൽ കൂടെ ഓടുന്ന അല്ലെങ്കിൽ ലോക്കലി കണക്ട് ചെയ്യുന്ന ട്രെയിനാണ്. ഇവിടുന്ന് ഇപ്പൊ ട്രെയിനിൽ കയറിയാലും 1.5 hour 2 hour ന്യൂയോർക്ക് ട്രെയിൻ. ഇവിടെ ഒരു മെയിൻറ്റെയിൻ ഇത് വെച്ചിട്ടുണ്ടല്ലേ, എവിടുന്ന വരണത് തിരിച്ചറിയാൻ വേണ്ടിട്ട്. നമ്മൾ നോർത്തിൽ നിന്ന് വന്നല്ലേ? അതെ, നമ്മൾ നോർത്ത്. അപ്പൊ ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ 4 ശാഖകളും ഓരോ സൈഡിലേക്ക് പോകണം. നമ്മൾ രാവിലെ ആയാലും വലിയ തിരക്കൊന്നുമില്ല, ഈവനിങ് ആണെങ്കിൽ നല്ല തിരക്കായിരിക്കും. നല്ല തിരക്കാണ് ഈ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ ഈ ട്രെയിൻ സ്റ്റേഷൻ ആണ് ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങുന്നിടത്തല്ല അവിടുന്ന് ഇറങ്ങുന്നത്. പല സ്ഥലത്തിലേക്ക് പോകാനുള്ള ട്രെയിനുകൾ അനുസരിച്ച് വേണം നമ്മൾ ഇറങ്ങാൻ. അത് 15th സ്ട്രീറ്റിലേക്ക് ഇങ്ങനെ പല സ്ഥലത്തോട്ടുള്ള ട്രെയിൻ ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ വാഗൺ, ഇതിന് വാഗൺ എന്ന് പറയും. ഇപ്പോൾ 2503 ഈ പറയുന്ന വാഗനാണ് നമ്മൾ പ്രിസണേഴ്സിനെ ഇപ്പം 4-5 പേരെ ഒരുമിച്ച് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിലോ പ്രിസണർ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ഈ വാഗനാണ് യൂസ് ചെയ്യുന്നത്. ഡ്രൈവറുടെ ആക്സസ് ഒന്നും ഇല്ലല്ലോ? ഇല്ല. സോ അപ്പോൾ ഈ പറയുന്ന പോലെ അത് ഫുള്ളി ഇത് ചെയ്തേക്കുന്നതാണ്. അവർ ബ്ലോക്ക് ഓഫ് ചെയ്തിരിക്കുന്ന ബാക്ക് സൈഡിൽ മൊത്തം പ്ലാസ്റ്റിക്കിന്റെ, ഇരുമ്പിന്റെ മാത്രം ഇതാണ്. ഒന്നും പറ്റില്ല. വൺസിന്റെ ഉള്ളിലേക്ക് പോയി നമ്മൾ കുറ്റവാളികളെ കയറ്റി കഴിഞ്ഞാൽ നമ്മൾ അകത്തുനിന്ന് ഡോർ തുറക്കാനോ ഒന്നും പറ്റില്ല. വെളിയിൽ നിന്ന് തന്നെ തുറക്കുകയും വേണം, എടുക്കുകയും വേണം എല്ലാം. അല്ല, നാട്ടിൽ നമ്മൾ പോലീസുകാരെ കൂടിയിരിക്കില്ല ഒരാള്. ഇവിടെ അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. നേരെ കയറ്റിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്തുണ്ട്. പക്ഷെ അതിനകത്ത് എയർ കണ്ടീഷൻ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഇത് ചെയ്യാനുള്ളതെല്ലാം വെച്ചിട്ടുണ്ട്. മനസ്സിലായി. അതുകൊണ്ട് പിന്നെ ഒരു ഇതില്ല. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഏതെങ്കിലും ഒരു പോലീസ് വണ്ടി കണ്ടാൽ ആ വണ്ടി ഏത് ഡിസ്ട്രിക്റ്റിലാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഇതിൽ എപ്പോഴും നമ്പർ കാണും. ഈ പറഞ്ഞ 4 ഡിജിറ്റ്. അപ്പൊ ഈ ആദ്യത്തെ 2 നമ്പറാണ് ആ ഡിസ്ട്രിക്റ്റിന്റെ നമ്പർ. മനസ്സിലായി? അല്ലെങ്കിൽ ആദ്യത്തെ നമ്പറാണ് ഡിസ്ട്രിക്റ്റിന്റെ. ഇതിപ്പോ 25 എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലെ നമ്പർ. നമ്മൾ ഇച്ചിരി മുമ്പ് പറഞ്ഞ പോലെ ഫിലഡൽഫിയയിൽ 21 ഡിസ്ട്രിക്ട്സ് ആണുള്ളത്. 21 ഡിസ്ട്രിക്ട് ഉണ്ട്. അപ്പം ഓരോ ഡിസ്ട്രിക്റ്റിനും അതിന്റെ നമ്പർ ഉണ്ട്. അപ്പൊ ഈ 2503 എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. ഏതിപ്പോ ഒരു വണ്ടി കാണണം. അപ്പൊ നമ്മൾ പോലീസ് പുൾ ഓവർ ചെയ്താൽ ഏത് ഡിസ്ട്രിക്റ്റിലെ പോലീസ് എന്ന് പറഞ്ഞാൽ ആദ്യം കാറെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. 14 ഡിസ്ട്രിക്ട്, 15 ഡിസ്ട്രിക്ട്, 25 ഡിസ്ട്രിക്ട് ഇങ്ങനെ കാണാൻ പറ്റും. നമ്മൾ ഫിലഡൽഫിയയിൽ വേറെ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ പോലീസിൽ. അവർ എത്ര പേരുണ്ട് ടോട്ടലി നോക്കുകയാണെങ്കിൽ? മലയാളികളായിട്ട് ഞങ്ങളിപ്പോൾ 6 പേരോളമുണ്ട്. 6 പേരാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇനിയും കൂടുതലായിട്ട് ഇപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് ട്രെയിനിങ് കൊടുക്കാം. അല്ലെങ്കിൽ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. മിനിമം ക്വാളിഫിക്കേഷൻ അമേരിക്കയിലെ ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. എന്നാലും മിനിമം ക്വാളിഫിക്കേഷൻ കറക്റ്റ്. നമുക്കിപ്പോൾ ഇവിടുത്തെ മിനിമം ക്വാളിഫിക്കേഷൻ ഹൈസ്കൂൾ ഡിഗ്രി മതി. നമ്മുടെ നാട്ടിലെ +2 മതി. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ഏജ് ലിമിറ്റ് ഇല്ല ഇവിടെ. ഏത് പ്രായക്കാർക്ക് വേണമെങ്കിലും 60 വയസ്സ് ചേരാം. പിന്നെ അതാണ്. പക്ഷെ ഒന്ന് ഫിസിക്കലി അറ്റ്ലീസ്റ്റ് ഒന്ന് ചെറിയ ഫിറ്റ് ആയിരിക്കണം എന്നുള്ളതേ ഉള്ളൂ. ഓടാനും എടുക്കാനും ഒക്കെ ഉള്ള ഒരു ഫിറ്റ്നസ്. ഇത് ഇതൊക്കെ കൂടുതലാണ്. പോലീസുകാരനെങ്കിൽ എത്ര നാളത്തെ കോഴ്സ്? 1 കൊല്ലത്തെ കോഴ്സ്, 2 കൊല്ലത്തെ കോഴ്സ്? അങ്ങനെ 9 month ആണ് ട്രെയിനിങ്. അപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ നല്ല ഹാർഡ് ട്രെയിനിങ്. 9 month ട്രെയിനിങ്ങേ ഉള്ളൂ. അപ്പോൾ തുടക്കത്തിൽ ആദ്യം നമുക്ക് ഇതിന്റെ നിയമ സൈഡ് ആയിരിക്കും, ബുക്സ് ആയിരിക്കും, അല്ലെ പോളിസീസ് ആയിരിക്കും പഠിക്കുന്നത്. ഒരു 4 മാസം അത് പഠിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഒരു മാസത്തോളം നമുക്ക് ഷൂട്ടിംഗ് ക്ലാസ് ഉണ്ട്, പിന്നെ ഡ്രൈവിങ്ങിന്റെ ക്ലാസ് ഉണ്ട്. അങ്ങനെ ഒരു ഫണ്ണായിട്ടുള്ള ഒരു 9 മാസം ഭയങ്കര പെട്ടെന്ന് പോകും. അത് പിന്നെ തീർച്ചയായും ഈ പറഞ്ഞ പോലെ ഒരു 9 month മൺഡേ ടു ഫ്രൈഡേ 8 to 4 പെയ്ഡ് ആണ്. അപ്പൊ നമ്മൾ രാവിലെ സ്കൂളിൽ പോകുന്ന പോലെ ബാഗ് തൂക്കി നമ്മുടെ ഇത് ഫിസിക്കൽ സാധനങ്ങളെല്ലാം എടുത്ത് നമ്മളവിടെ ചെല്ലുന്നു, ട്രെയിൻ ചെയ്യുന്നു, 4 മണിയാകുമ്പോൾ വീട്ടിൽ പോകുന്നു. അങ്ങനെ ഒരു 9 മാസം. അത് കഴിഞ്ഞ് ഗ്രാജുവേഷൻ. കൂടുതൽ ഇതിന്റെ ഇൻഫോർമേഷൻ നിങ്ങൾ അമേരിക്കയിലെ ആൾക്കാരാണെങ്കിൽ ഇൻഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി ഇൻസ്റ്റാഗ്രാമല്ല കൂടുതലും മലയാളി ഓഫീസർ എന്ന് പറഞ്ഞിട്ട് ഒരു ഇതുണ്ട്. ഞാൻ അടിയിൽ ലിങ്കും പരിപാടിയൊക്കെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. തീർച്ചയായും. നമ്മൾ ഇന്ന് നടന്നു വരുന്നതാണ് റെഡിങ്ടൺ ടെർമിനൽ എന്ന് പറയുന്നത്. ഇത് ഓൾമോസ്റ്റ് ഈ പറഞ്ഞ പോലെ 150 വർഷത്തോളം പഴക്കമുള്ള ടെർമിനലാണ്. ഈ ടെർമിനലിനകത്ത് ഏറ്റവും പ്രത്യേകത ഫുൾ ഫുഡ് പ്ലേസ് ആണ്. ഫുൾ ഫുഡ് പ്ലേസ് എന്ന് പറഞ്ഞാൽ ആമിഷിന്റെ ആമിഷ് റെസ്റ്റോറന്റ്, അങ്ങനെ എന്ത് സാധനം പറഞ്ഞാലും ഇതിനകത്ത് കിട്ടും. ലൈവായിട്ടാണ്, ലൈവായിട്ട് ഫ്രഷ് ഫുഡാണ്. ഇവിടെ ലൈവിലേക്ക് വന്നു, കുറച്ച് നിനക്കം സംഭവിച്ചിട്ട് ഇവിടെ എത്തിപ്പോ. നമ്മുടെ കിങ്സിംഗ്ടൺ മറ്റേ സോംബീസ് ടൗണ് കുറെ ദൂരത്താണോ? ഇവിടുന്ന് ഒരു 10-20 മിനിറ്റ് ദൂരമുണ്ട്. ഇതിപ്പോ സിറ്റിയുടെ നടുക്കാണ്. അത് വേറൊരു സൈഡാണല്ലോ ഫിലഡൽഫിയയുടെ.
നിങ്ങൾ ആരെങ്കിലും ആഫ്രിക്കയോ സൗത്ത് അമേരിക്കയോ സ്വപ്നം കാണണ്ട യാത്ര ചെയ്യാനായിട്ട് കൂടാം. ട്രാവലിസ്റ്റയുടെ ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കെനിയ, ടാൻസാനിയ, മസായിമാരൊക്കെ നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടാം. ഒപ്പം തന്നെ കിളിമഞ്ചാരോ, സദേൺ ആഫ്രിക്കയിൽ സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, സാംബിയ, ബോട്സ്വാന, നമീബിയ, സാധാരണ ആഫ്രിക്കത്തെ രാജ്യങ്ങളും നമ്മൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന പോലെ നമ്മളാക്കിയത് ആഫ്രിക്കയും സൗത്ത് അമേരിക്കയ്ക്കാണ്. അപ്പോൾ അവിടെ നമ്മൾ അങ്ങോട്ട് ചേക്കറാണ് ഒരു DMC ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നത്. ഡൊമസ്റ്റിക് കമ്പനിയാണ് നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് അറിയാത്ത ആൾക്കാരൊക്കെ നമ്മൾ ഉദ്ദേശിച്ചെന്ന് പറയുന്നത് മാത്രം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഫാമിലി ആയിട്ടോ സുഹൃത്തുക്കളൊക്കെ ആയിട്ടോ അന്യ ഗ്രൂപ്പിൻ്റെ കൂടെ യാത്ര ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഏപ്രിൽ മുതൽ നമുക്ക് ഗ്രൂപ്പുകളുണ്ട്. ആഫ്രിക്കയിലേക്കുണ്ട്, സൗത്ത് അമേരിക്കയിലേക്കുണ്ട്. ലോകത്തിലെ വേൾഡ് വണ്ടേഴ്സായ ക്രൈസ്റ്റ് റെഡീമർ, നാച്ചുറൽ വണ്ടറായ ഇഗ്വാസ് വാട്ടർഫോൾ, ലോകത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം, ഒപ്പം തന്നെ ലോകത്തിലെ അടുത്ത വണ്ടറായിട്ടുള്ള മാച്ചു പിച്ചു, ലോകത്തിലെ ഏറ്റവും വലിയ റെയിൻ ഫോറസ്റ്റ് ആയിട്ടുള്ള ആമസോൺ റെയിൻ ഫോറസ്റ്റ്, ഇവിടേക്കൊക്കെയാണ് നമ്മൾ ടൂർ ഓപ്പറേറ്റ് ചെയ്യണത്. വലിയ ഗ്രൂപ്പുകളൊന്നുമല്ല, ഒരു 20-25 മാക്സിമം 20-25 പേരാണ് നമ്മൾ വിളിക്കുന്നത്. ഇനി ഒരാൾ മുതൽ എത്ര ആൾ പേരാണെങ്കിലുള്ള ഓപ്പറേഷൻ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പേഴ്സണലൈസ്ഡ് ഒരു ട്രാവൽ കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, കൂട്ടുകാരായിട്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് വല്ല സെറിമണികൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ വെച്ചിട്ട് ഞങ്ങളുടെ ഇങ്ങനത്തെ ഒരു സെറിമണി ചെയ്യണം, ഞങ്ങൾക്ക് ഒരു കല്യാണം കഴിക്കണമെങ്കിൽ ഞങ്ങൾക്ക് നേച്ചറായിട്ട് ഒരുമിച്ച് ഇന്ന് കല്യാണം കഴിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള സൗകര്യങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. അപ്പോൾ വെൽക്കം ടു ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷൻ. വേറെ വൃത്തിക്ക് നമ്മൾ ചെയ്യണില്ല, നമ്മൾ ആഫ്രിക്കയും സൗത്ത് അമേരിക്കയും മാത്രമേ ചെയ്യണുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, അതൊക്കെ എക്സ്പ്ലോർ ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൂടാം. വെൽക്കം ടു ഗ്രീൻ ബുക്ക് എക്സ്പെഡീഷൻസ്. നമ്മളതിൻ്റെ അകത്തേക്ക് പതുക്കെ കയറണുണ്ടോ. എല്ലാതരം ഫുഡുകളും എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇവിടെ വരാം. നോക്കിയേ, ഇതിപ്പം ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുന്ന ബേക്കറി ഐറ്റംസ് ആണ്. ഓ നല്ല തിരക്കാണ്. നോക്കിയേ, അങ്ങറ്റം വരെ പിടിക്കുന്ന നമുക്ക് ഫുഡിന് വേണ്ട എന്ത് തരം ഫുഡാണ് വേണ്ട, നമുക്ക് എല്ലാ ഫുഡും ഉണ്ട് കേട്ടോ. അതുപോലെ ഇവിടെ അന്നേരം ഉണ്ടാക്കുന്ന ഡോണറ്റ്സ് ഫ്രഷ് ലൈവായിട്ടല്ലേ? ആ ലൈവായിട്ട് ഡോണറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? ഇതല്ല അന്നേരം ഉണ്ടാക്കി പാക്ക് ചെയ്ത് അന്നേരം അവർ അങ്ങോട്ട് അത് കൊണ്ടുപോകുന്നത് മനസ്സിലായി. ഇവരുടെ ലൈവായിട്ട് ഡോണറ്റ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ചേച്ചി അതിന് പാക്ക് ചെയ്ത് വിടാട്ടോ. ഡോണറ്റ്സിന്റെ മാസും അതിന്റെ ഡോസ് അതിന്റെ ക്രീമൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്നത് അതിനെ ഫില്ല് ചെയ്യാനുള്ളത്. ഭയങ്കര പാഷനേറ്റ് ചെയ്തിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്യണത് കേട്ടോ. അതുപോലെ ഫുള്ള് ബേക്കറീസ് ഐറ്റംസ് ഇതെല്ലാം ഈ പറയുന്ന പോലെ അവർ പണ്ട് ആമിഷിന്റെ ഇതും അല്ലാതുള്ള അവർ ഭയങ്കര വേൾഡ് ഫേമസ് ആയിട്ടുള്ള ആമിഷ് കമ്മ്യൂണിറ്റി ആണോ ഇത്? ആമിഷ് കമ്മ്യൂണിറ്റിനകത്തുള്ളതുകൊണ്ട് അപ്പുറത്തെ സൈഡിൽ എല്ലാവിധ ഫുഡും. ഓ അടിപൊളി. നമ്മളിനി അടുത്തൊരു സെക്ഷൻ എന്ന് പറയുന്നത് ഇവിടുത്തെ ഫുഡ് എക്സ്പ്ലോറേഷൻ ആട്ടോ. നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാത്തതും അല്ലെങ്കിൽ നമ്മൾ ഫിലാഡൽഫിയയിൽ ഇങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് നമുക്ക് ഒരിക്കലും അറിയില്ല. ഇതൊരു ഡച്ച് പ്ലേസ് ഈ പറയുന്ന പോലെ ആമിഷിന്റെ തന്നെ ഭയങ്കര പറഞ്ഞാൽ ഇവരുടെ ഏറ്റവും വലിയ ഫേമസ് ആണ് ഈ ആപ്പിൾ ഡംപ്ലിങ്സ് എന്ന് പറയുന്നത്. നമുക്കൊന്ന് ട്രൈ ചെയ്യണം. ആപ്പിൾ ഡംപ്ലിങ്സ്, ഹോം മെയ്ഡ് ആപ്പിൾ ഡംപ്ലിങ്സ് എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാർ ഭയങ്കരമായിട്ടാണ് ഇവിടെ ഇപ്പം കാണാൻ പറ്റും. ഇതാണോ പാക്കറ്റിലാക്കി ഈ സാധനം? അത് തന്നെ നമുക്ക് ട്രൈ ചെയ്യാം. ശരിക്കും ഫിലാഡൽഫിയയിൽ വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യേണ്ടത് എനിക്ക് തോന്നുന്നത് ഇനി ഫുഡ് ഐറ്റംസ് ആണ്. ചരിത്രങ്ങളും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ ഫിലാഡൽഫിയയിൽ വരുമ്പോൾ നമുക്ക് ഫുഡ് എക്സ്പീരിയൻസ് ആയിട്ട് ഇങ്ങനത്തെ ഒരു വലിയൊരു സംഭവം ഒളിഞ്ഞിരിക്കുന്നുണ്ടാ. നമ്മളിവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കി കഴിഞ്ഞത് നമ്മുടെ ആമിഷ് കമ്മ്യൂണിറ്റിയിലുള്ള ചേച്ചിമാരാണ് ഇവിടെ ഫുള്ള് സെയിൽ ചെയ്യണത്. ഇതുണ്ടാക്കണതൊക്കെ ആമിഷ് കമ്മ്യൂണിറ്റി തന്നെ ഉണ്ടാകണ്ട. ആമിഷ് ചേച്ചിമാരുണ്ടാക്കണമെന്നൊക്കെ നമ്മൾ ആമിഷ് വില്ലേജിലേക്ക് പോകാനൊരു പ്ലാൻ ഉണ്ട്. നമ്മുടെ സമയം കറക്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആമിഷ് വില്ലേജിലേക്ക് പോട്ടാം. വീഡിയോ അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല എന്നുകൊണ്ടല്ലോ എടുക്കുന്നത്. വീഡിയോ അവർ അത്രയ്ക്കും ഫ്രണ്ട്ലി ആണോ? താങ്ക് യു. അന്നേരം ഇവർ ഫ്രഷ് ആയിട്ട് എടുത്ത് വാമപ്പ് ചെയ്ത് വിപ്പ് ക്രീം എല്ലാം ചെയ്ത് അന്നേരം ഫ്രഷ് ആയിട്ട് എടുക്കും. ഇതിവിടെ ഭയങ്കര ക്യൂ ആണ്, ഭയങ്കര ക്യൂ ആണ്. നമ്മൾ ജസ്റ്റ് മേടിക്കുമ്പോൾ ഇത് 5-6 പേര് ഇവിടെ ക്യൂയിലായിട്ടാ. ഒരു ബിസിനസ് നടത്തുമ്പോൾ എത്ര യൂണിക്കായിട്ട് കുറേ മെനുകൾ ചേർത്താണ്ടേ എത്ര യൂണിക്കായിട്ടുള്ള സാധനം സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ള വലിയൊരു ഉദാഹരണമാണ് നമ്മൾ ഇവരെ ഈ ആപ്പിൾ ഡംപ്ലിങ്സ് എന്ന് പറയുന്നത്. ഈ ആമിഷുകാരെ മെയിൻ സ്ഥലമാണല്ലോ ലാൻകാസ്റ്റർ കൗണ്ടി ജ്യൂസ്. അവരുടെ സ്പെഷ്യൽ ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ലാൻകാസ്റ്റർ ദിവസം ടാർഗറ്റ് ചെയ്യണം. നമുക്ക് ഇത്തിരി അടിയിലേക്ക് ഇറങ്ങിപ്പോയി നമ്മൾ കേട്ടോ. അതല്ലേ, അതിന് തിരക്ക് കാണാണ്ട് നമ്മൾ ഒറിജിനൽ കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ക്വാളിറ്റി കൊടുക്കുമ്പോൾ ആൾക്കാർ വരണതേ അമ്മാരത്തെ ആൾക്കാരെ വന്നു പോണത് സ്ഥലമില്ല. ഇവിടെ ഓരോ ഇതൊക്കെ വരികളാണ്. ആൾക്കാർ സാധനം പിടിക്കാനായിട്ടുള്ള വരികളാണ്. ഓരോ റോളും സാൻഡ്വിച്ചുകളും ഒക്കെ ആണ്. അതൊക്കെ വരികയാണ്. ലൈവായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അവർ. കണ്ടോ, ആൾക്കാർ കാണണം എങ്ങനെ ഉണ്ടാക്കണേന്ന്. കണ്ടോ, ഇതുണ്ടോ ലൈവായിട്ട് കുഴക്കണു. ആ ചേച്ചി ലൈവായിട്ട് ഉണ്ടാക്കണോണ്ടോ. അത് നേരെ ഹോട്ട് ഡോഗായിട്ട് കുറച്ച് കഴിഞ്ഞാൽ വരും.
ഭയങ്കര ആത്മാർത്ഥതയോടെ പിന്നെ പണിയെടുക്കണം എല്ലാവരും. അങ്ങനെയുണ്ട്. വേണമെന്ന് വെച്ചിട്ട് അതിനെ പണിയെടുക്കണം. നമ്മൾ ചില റെസ്റ്റോറൻറ്റൊക്കെ നമ്മളവിടെ പോകുമ്പോഴേ വേണ്ടെന്നൊക്കെ വെച്ചിട്ട് പണിയെടുക്കുക ചിലവർ. പ്രത്യേകിച്ച് നമ്മുടെ ബംഗാളികളൊക്കെ പണിയെടുക്കുന്ന സമയത്ത് സ്കില്ല് നോക്കിയാൽ നമ്മുടെ ഹെൻറി ഫോർഡിൻ്റെ സിസ്റ്റം ഉണ്ടാകും വർക്ക് ചെയ്യണം. ഒരാളൊരു പണി മാത്രം എടുക്കുള്ളൂ, മറ്റാളൊരു പണി മാത്രം വർക്കിംഗ് നടക്കണം. നോക്കിയാൽ അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. നമ്മുടെ ആപ്പിൾ ഡംപ്ലിങ്സ് നമ്മുടെ ആപ്പിൾ ഡംപ്ലിങ്സ് നമുക്കും ട്രൈ ചെയ്ത് നോക്കാം. മുകളിൽ നല്ല ആപ്പിള് കടിക്കാൻ പറ്റില്ല. എങ്ങനെയുണ്ട്? നമ്മളൊരു പീസ് എടുത്തിട്ടുണ്ടല്ലോ, നല്ല ക്രീമുണ്ട്. ക്രീമിൻ്റെ കൂടെ ഉണ്ടോ മുകളിൽ ഫുൾ ആപ്പിളിൻ്റെ ഇടയിൽ ഇതുണ്ടോ നമ്മളും കഴിക്കുന്നത്. വലിയ മധുരം ഇല്ല കേട്ടോ അല്ലേ. എന്തോ സോസിലിട്ട് വെച്ച് അതിന്റെ എന്തോ ഒരു സ്കില്ലിൻ്റെ ഉള്ളുണ്ട്. അല്ലെങ്കിൽ എത്ര തിരക്കില്ല അവിടെ. ക്രീമില്ലാണ്ട് ആപ്പിളാണ്. ആപ്പിൾ എന്തോ ഒരു നമ്മളെ മാങ്ങ ഉപ്പിലിട്ട് വെക്കാന്ന് പറയില്ല, അതേപോലെ ആപ്പിൾ എന്തെല്ലോ ഇട്ട് വെച്ചിട്ടുള്ള കഥയാട്ടത്. നമ്മുടെ ആദ്യത്തെ ട്രൈ കഴിഞ്ഞിട്ടാ. ഇനി നമ്മൾ അടുത്ത ട്രൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ ആമിഷ്, ഡച്ച്, ഇന്ത്യൻ, റഷ്യൻ, സ്പാനിഷ് എല്ലാം നമ്മളൊന്ന് ട്രൈ ചെയ്യട്ടോ. ട്രൈ എന്ന് പറഞ്ഞാൽ വെറും ട്രൈ അല്ല കേട്ടോ. ഇതിപ്പോ ഈ പറയുന്ന പോലെ ഇത് ലാങ്കാസ്റ്റർ കൗണ്ടി അവർ ഫ്രഷ് ഹാൻഡ് പിക്ക് ചെയ്തേക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രഷ് ആമിഷ് ക്രോൺ ലോക്കലിൽ നിന്ന്. അപ്പൊ നമുക്ക് നല്ല ഫ്രഷ് സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ അവർ പ്രത്യേകം എഴുതിയിട്ടുണ്ട് ഏത് ഫാമിൽ നിന്നുള്ളതാണ്, നോ കെമിക്കൽസ്. സബോളൊക്കെ തുടച്ച് വെച്ച പോലെ കേട്ടോ. അത്രയ്ക്ക് നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ഇരിക്കണം കേട്ടോ. ഓരോന്നിനും ഒരു തലോടിയിട്ട് ഉണ്ടാക്കിയ പോലെയാണ് കേട്ടോ. മൊത്തം അതിൻ്റെ ഒരു ഫ്രഷ്നെസ് കാണുമ്പോഴേ ഒരു തലോടൽ മണക്കുന്നുണ്ട് നമുക്ക്. അതൊക്കെ തലോടൽ കൂടിയിട്ടുള്ള പരിപാടി കേട്ടോ. ഇല്ലാണ്ടായി ചുക്കി ഇല്ലാണ്ടായെന്ന് പറയില്ലേ. കുക്കീസ് ആമിഷ് മൂടാട്ടാ. ഈ ആമിഷ് ആണുങ്ങളെ നമ്മളൊരു ഇന്ത്യൻ മൂടായിട്ട് വരുന്നുണ്ടല്ലോ ആമിഷത്തെ ആൾക്കാരല്ലേ. അവരുടേതായ ഒരു കൾച്ചർ അവർ കീപ്പ് ചെയ്യുന്നു. ഈ ആമിഷത്തെ ആൾക്കാർ അവരെന്നെ കല്യാണം കഴിക്കാതെ പുറമെ ആൾക്കാരെ കല്യാണം കഴിക്കും ഇല്ല. അവരവരുടെ തന്നെ ഇതിനകത്ത് തന്നെ നിൽക്കും. അപ്പോൾ വെളിയിൽ പോകുന്നവരെ അവിടെ നിന്ന് അങ്ങ് ഇത് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമുക്ക് ചുറ്റുന്ന മീനിൻ്റെ സംഭവങ്ങൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ മീൻ മാർക്കറ്റ് നിൽക്കണം കേട്ടോ. മീനിൻ്റെ തല, നമ്മുടെ ഏട്ടത്തല എന്നൊക്കെ പറഞ്ഞ പോലെ തലകൾ എല്ലാം ഇരിക്കുന്നുണ്ടോ. എല്ലാതരം മീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ പെർഫെക്റ്റ് മീറ്റ് കേട്ടോ. നോക്കിയാൽ ബീഫ് ഓക്സ് സ്റ്റൈൽ നോക്കിയാൽ ഇരിക്കണ പൂക്കളിട്ട പോലെ കേട്ടോ അല്ലേ. ലൈവായിട്ടുള്ള മീൻ നമുക്ക് ചൈനക്കാരൻ ലൈവ് ലോബ്സ്റ്റർ നമ്മൾ പറയുന്നതിനെ പിടിച്ചു തരും. നമുക്ക് ഏത് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, പറഞ്ഞാൽ പിടിക്കട്ടോ. അതേപോലെയാണ് വേണ്ട ലോബ്സ്റ്റേഴ്സ്. നമ്മൾ പോർട്ട്ലാൻഡ് മെയിനിൽ പോയപ്പോൾ ഇതിൻ്റെ ബർഗറും സാൻഡ്വിച്ചൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഈ കാണുന്നതാണ് ഇപ്പോൾ നമുക്കിവിടെ കണ്ടാൽ അറിയാൻ പറ്റും. ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ തിങ്ങി ഇറങ്ങി നടക്കാണ്. അപ്പം വർഷങ്ങൾ മില്യൺസ് ഓഫ് ആൾക്കാരാണ് ഈ പ്ലേസ് റെഡിങ്ടൺ ടെർമിനലിൽ വന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമേ. അപ്പോൾ ഫിലഡൽഫിയ വരുന്നവർ മസ്റ്റായി ഒന്ന് കയറി ഇരിക്കേണ്ട പ്ലേസ് ആണെന്ന് ഞാൻ പറയും ഇത് റെഡിങ്ടൺ ടെർമിനൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു സൈഡിൽ തുടങ്ങിയാൽ ഫുഡ് തന്നെ ടേസ്റ്റ് ചെയ്യാനായി എന്ത് ടൈപ്പ് ഫുഡ് വേണേലും അമേരിക്കൻ, തായ്, ആമിഷ്, ഇന്ത്യ അതാണ് നമുക്ക് ഇന്ത്യയിൽ കണ്ടുപിടിക്കണം. അതുപോലെ നമ്മളിന്ന് ലഞ്ച് തായ് ഫ്രൈഡ്സ് ആണ്. അപ്പൊ അങ്ങനെ തീർച്ചയായും ഇവിടെ ഒന്ന് വന്നിരിക്കേണ്ട പ്ലേസ് ആണ്. ഇപ്പൊ നോക്കിയാൽ കാണാൻ ആൾക്കാർ ഇരുന്ന് കഴിക്കുകയാണ്, ഇങ്ങനെ ആൾക്കാർ എൻജോയ് ചെയ്യുകയാണ്. മനസ്സിലായോ? നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫിലഡൽഫിയയിൽ വരുമ്പോ നമ്മൾ 5 കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞുണ്ടല്ലോ. അതിലൊരു കാര്യം ഇത് എന്തായാലും ആക്കണം കേട്ടോ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ഫുഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക്, കുട്ടികളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ എല്ലാവർക്കും വേണ്ട വെറൈറ്റി ഫുഡുകൾ ഇരിക്കുന്നുണ്ടാ. അതിപ്പോൾ ഞാൻ വേറെ കാഴ്ച കാണിച്ചു തരട്ടെ. നോക്കിയാ ഓർക്കിനെ ചാരിയിട്ടിരിക്കണടാ. ഇതൊക്കെ എന്ന് പറയുന്ന ആൾക്കാർക്ക് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഓരോ ബ്രാൻഡുകളുടെ ഹങ്കർ ബർഗർ എന്ന് പറയുന്ന ഓരോന്നിനും ഓരോ സ്പെഷ്യലാണ്. അവരുണ്ടാക്കുക അത് കട്ട് ചെയ്തെടുക്കുന്ന, സ്ലൈസ് ചെയ്തെടുക്കുന്ന ഹാൻഡ് ക്രാഫ്റ്റ് സാൻഡ്വിച്ച്. ഇതിനാണ് ഡിമാൻഡ്. ഓക്കെ, കാശ് നമ്മൾ കൂടുതൽ കൊടുക്കുന്നത് ഇങ്ങനെ കട്ട് ചെയ്ത് തരുന്നതിന് കുറച്ച് കാശ് കൂടുണ്ടാ. അത് വേറെ വരും. വരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ എല്ലാ കടയുടെ മുമ്പിലും മിനിമം ഒരു 10-15 പേര് വരി നിൽക്കുന്നുണ്ടോ. ഹലോ
അപ്പോൾ നമ്മൾ പറഞ്ഞ ഇന്ത്യൻ ആൻഡ് പാകിസ്ഥാനി ഫുഡ് അതുമുണ്ട്. അപ്പോൾ ഇനി എന്ത് വേണമെന്ന് പറഞ്ഞാലും ഉണ്ട്. നമ്മുടെ പപ്സ് ഇരിക്കുന്നു. നമ്മുടെ എഗ് പപ്സ് പോലത്തെ ഷേപ്പിൽ പപ്സ് ഇരിക്കുന്നുണ്ടോ നോക്കിയാൽ. ഹോട്ട് ചിക്കൻ ഗ്ലൂട്ടൻ ഫ്രീ ഇട്ടാ. ഗ്ലൂട്ടൻ ഇവിടെ മറ്റേ അലർജിയുടെ പ്രശ്നമുള്ള കാരണം ഗ്ലൂട്ടൻ ഫ്രീ പപ്സ് ഒക്കെ ഇരിക്കുന്നുണ്ടാ. ഹലോ, ഹൗ ആർ യു? ഫൈൻ. കോക്കനട്ട് കറി നമ്മുടെ ഒക്കെ. അലാസ്കൻ സാൽമൺ ഉണ്ട്, ബിരിയാണി ഉണ്ട്, എന്തൊക്കെ ഐറ്റംസ് വേണം നിങ്ങൾക്ക് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. ഇവിടെ ഇതെന്തുണ്ട് കല? അതാണ്ട് ഇതിപ്പം ടർക്കിയുടെ ഡ്രം സ്റ്റേക്ക്, ഇതൊക്കെ ടർക്കിയുടെ ഡ്രം സ്റ്റേക്സ്, ഒരു ചിക്കൻ്റെ ചെയ്തത് അല്ലെങ്കിൽ അത് മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റും ഉണ്ടോ? ഇതും ആമിഷ് കൗണ്ടി ആണെന്ന് തോന്നുന്നല്ലേ? ഫാമിലി. അപ്പോൾ ഒരു ഫുഡ് ലവറാണ് അല്ലെ ഫുഡ് വ്ലോഗ് വാച്ച് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ തീർച്ചയായും വന്നിരിക്കുന്ന സ്ഥലമാണ്. സ്പാനിഷ് ഫുഡ് തിരക്കി നടക്കുന്ന ആൾക്കാരുണ്ട്, ഇപ്പൊ തായ് ഫുഡ് തിരക്കി നടക്കുന്ന ആൾക്കാരുണ്ട്. ഇതിപ്പോ നമ്മൾ സിറ്റി വന്നിട്ട് പല സ്ഥലങ്ങളിൽ പോകേണ്ട കാര്യമില്ല. ഇവിടെ വന്ന് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇപ്പൊ ഇന്ത്യൻ വേണോ തായ് വേണോ, ഇപ്പൊ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ആമിഷ് കഴിച്ചാൽ ഉച്ചയ്ക്ക് നമുക്ക് തായ് കഴിക്കാം. അതാ പറഞ്ഞു പല സ്ഥലങ്ങളിൽ കയറി ഇറങ്ങി വരുമ്പോഴത്തേക്ക് അങ്ങനെ ഇവിടെ മസ്റ്റ് വിസിറ്റ് ആണ്, മസ്റ്റ് വാച്ച് ആണ്. അറ്റ്ലീസ്റ്റ് വന്നൊന്ന് കണ്ടു കഴിയുമ്പോൾ തന്നെ നമുക്ക് അങ്ങ് ഭയങ്കര ഒരു എനർജിയാണ്, വേറെ ഫീലാണ്. ഭക്ഷണം ഡബിൾ കയറും. ഓ പിന്നെ ഇവിടെ ഹാൻഡ് മെയ്ഡ് തോർത്തുണ്ട്, കുട്ടികളുടെ ഡ്രസ്സ്, ഇതിനിടയ്ക്ക് ഡ്രസ്സ് കച്ചവടം കേട്ടോ. അങ്ങനെയുണ്ട്. ഈ സൈഡ് മൊത്തം ഈ പറഞ്ഞ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ ഉണ്ടോ. ഒരു കണ്ണിനൊരു വെള്ളക്കുത്ത് എത്ര പ്രാധാന്യമാണെന്ന് നമുക്ക് ഈ ഒരു ഇത് കണ്ടറിയാം. നോക്കിയാൽ കണ്ണും ഒരു ഒരു പോയിന്റ് കുത്തിയിട്ടുള്ളൂ, പക്ഷെ അതിന് ജീവൻ വെച്ചണ്ട. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവം ഒറ്റൊരു പോയിന്റിനായിരിക്കും ചിലപ്പോൾ അതിന് ജീവൻ വെക്കുക. അങ്ങനെയുണ്ട് കാര്യങ്ങൾ കേട്ടോ. ഒറ്റ പോയിന്റിന് ആ ചേച്ചിയുടെ മുഖം കൊണ്ട് മാറിയെങ്കിലാ. അപ്പോൾ ഒരു കോഫി ലവേഴ്സിന് വേണ്ട സാധനങ്ങളാണ് ഇത് മൊത്തം. ഇപ്പൊ ലൈവ് ഇവിടെ വറുത്ത് അവർ എത്തോപ്പിനുണ്ട്, ബാലി ഉണ്ട്, ഫ്രഞ്ച് ഉണ്ട്, ഏത് വേണം പിക്ക് ചെയ്യുക. അത് അവർ റോസ്റ്റ് ചെയ്ത് പൊടിച്ച് പൗഡർ ആക്കി തരും, അല്ലെ നമുക്ക് റോസ്റ്റ് ചെയ്ത് തരും ഇവിടെ തന്നെ. ഇവിടെ ഈ ചുറ്റുപാടിക്ക് ഒരു കോഫിയുടെ മണം വന്നു. ഫുൾ കോഫി ലവേഴ്സ് ഉണ്ട് ഇവിടെ. നോക്കി ഇതൊക്കെ കോഫി ഷോപ്പാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു ലൈവായിട്ട് ഉണ്ടാക്കുന്ന കുക്കീസ് നോക്കിയാൽ പലതരം കുക്കീസ് ഉണ്ട്. ഓരോരുത്തരും ഓരോന്ന് ഇങ്ങനെ എന്താ പറയുക ടാർഗറ്റ് ചെയ്തിരിക്കുന്നത്. കുക്കീസ് മാത്രം പലതരം വിറ്റിട്ട് കാശുണ്ടാക്കണോട്ടോ. വേണ്ട അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഫിലഡൽഫിയ അമേരിക്കയുടെ ബർത്ത് പ്ലേസ് എന്ന് പറയുന്നത് വെറുതെ അല്ല. 1800-കൾ മുതൽ തുടങ്ങിയേക്കുന്ന കമ്പനികളാണ്. അന്ന് തുടങ്ങിയ ഫുഡ് പ്ലേസ് ആണ്. ഈ റെഡിങ്ടണിന്റെ ഇത്രയും പ്രയോറിറ്റി വരുന്നതിന്റെ കാരണം അന്ന് മുതൽ ഫുഡ് സെർവ് ചെയ്യുന്നത് ഇവിടുത്തെ വർക്കേഴ്സിനൊക്കെ സെർവ് ചെയ്യുന്നത് അതാണ്. അതിപ്പോ കാണാം നമുക്ക് പണ്ടുള്ള കമ്പനികൾ, പുതിയ കമ്പനികൾ എല്ലാം ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവർ വേറെ ഫ്രാഞ്ചൈസി എടുക്കുക പരിപാടികളൊന്നുമില്ല. പക്ഷെ 1861 മുതൽ ഇവരെന്തുണ്ടാക്കിക്കൊണ്ടിരിക്കണോ അത് ഒരു എക്സ്പെരിമെന്റ് ചെയ്ത് പുതിയ പുതിയ സംഭവങ്ങളാക്കി എടുക്കണോട്ടോ. നോക്കിയാൽ ബർഗർ തന്നെ പലതരം ബർഗർ, ഏർലി ബേർഡ്, ഓ മൈ ഗോട്ട് എല്ലാം ഉണ്ട് കേട്ടോ. ടർക്കിഷ് ക്ലബ്ബ്. അമ്മാമ സെലക്ട് ചെയ്യാൻ നോക്കാം ഏത് സാധനം കഴിക്കാനേ ടേസ്റ്റ് ഉണ്ടാവുന്ന അമ്മാമ സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഈ വലിയവരേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഒരു മിഡ് റേഞ്ച് അല്ലെങ്കിൽ കിഡ്സിനൊക്കെ ആയിരിക്കും കൂടുതൽ ഇവിടെ സെലക്ട് ചെയ്യാനുള്ളത്. മധുരം ഒരുപാട് സാധനങ്ങളുണ്ട്. അതേപോലെ എന്താ പറയുക ബൾക്കായിട്ടുള്ള ഫുഡുകൾ അറിയാലോ. അമേരിക്കൻ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ക്വാണ്ടിറ്റി ഉണ്ടാവും കേട്ടോ. അതൊക്കെ എക്സ്പെരിമെൻറ്റ് ചെയ്യാനായിട്ടൊരു മിഡ് റേഞ്ച് ആൾക്കാരും കുട്ടികളും വന്നാണ്ടല്ലോ. വയ്യാണ്ടാവും അവിടെ വന്നു കഴിഞ്ഞാൽ വരി നിൽക്കണുണ്ട്. അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട്, അവരവിടെ ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റീക്സ് ഓർഡർ ചെയ്തിട്ട് ഇവിടെ വരി നിൽക്കണം. ഇവിടെ ഇരിക്കാൻ സ്ഥലമില്ല കേട്ടോ. ഒരു സ്ഥലത്ത് നമുക്ക് ഇരിക്കാൻ നമ്മൾ നോക്കരുത്. എത്രത്തോളം പറന്നെടുക്കണമെന്ന് എത്രത്തോളം ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. ഫില്ലിയുടെ ഞങ്ങളുടെ മാത്രമായിട്ടുള്ള ഫില്ലി ചീസ് സ്റ്റേക്ക്, അത് വേൾഡ് ഫേമസ് ആണ്. ആ ചീസ് സ്റ്റേക്ക് അതുപോലെ തന്നെ റോസ്റ്റ് ബീഫ് സ്പെഷ്യൽ എന്ന് പറയുന്നത് ആ കോൺ റോസ്റ്റ് ബീഫ് സ്പെഷ്യൽ എന്ന് വളരെ അത് ഫില്ലിയിലാണ്. അതാണ് ഫില്ലിയുടെ ആണ്. അത് എവിടെ പോയാലും ചീസ് സ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഫില്ലിയുടെ ആണ്. അപ്പൊ അവർ എഴുതി വെക്കും ഫില്ലി ചീസ് സ്റ്റേക്ക് എന്ന്. മറ്റെന്ത് ചീസ് സ്റ്റേക്ക് ഉണ്ടെങ്കിലും ഫില്ലി ചീസ് സ്റ്റേക്കിന് ഒരു വെറൈറ്റി തന്നെ ഒന്നും വരില്ല. തീർച്ചയായും ചൈനീസ് അല്ല, ജപ്പാൻ വരെ ഉണ്ടല്ലോ നമ്മുടെ വരിയില്. അതും പോലെ ഞാൻ ഇത് കണ്ടോ, ബേബി ഒക്ടോപ്പസ് സാലഡ്. ബേബി ഒക്ടോപ്പസ് $6 കേട്ടോ. അവക്കാഡോ, കുക്കുംബർ, ഫുള്ള് സൂഷി, ഫുള്ള് ഐറ്റംസ് ഇരിക്കുന്നുണ്ടോ. പാക്കറ്റിലാന്ന് മാത്രം. സ്പൈസി ട്യൂണ. അപ്പോൾ ഇത് ഭയങ്കര ഹ്യൂജ് പ്ലേസ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇതിനകത്ത് ലോസ്റ്റ് ആയി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. നമ്മൾ നടക്കുമ്പോൾ ഇതിനകത്ത് തന്നെ ശ്രദ്ധിച്ച് ഇതിനകത്ത് തന്നെ ഒരു റോഡ് വെച്ചിട്ടുണ്ട്, 9th അവന്യൂ. അപ്പം അടുത്തത് 8th അവന്യൂ. അപ്പം നമ്മൾ നടന്നത് 9th-ലാണെങ്കിൽ 8th. അപ്പോൾ അങ്ങോട്ട് പോകുന്തോറും അത് 10th ആയി, 11th ആയി. കറക്റ്റ്, അത് തന്നെ.
നമ്മുടെ ഈ മാർക്കറ്റിൻ്റെ ജന്മം എന്നാന്ന് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ 1893 കേട്ടോ. ഏകദേശം 130 വർഷം മുമ്പാണ് ഈ മാർക്കറ്റ് ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എല്ലാ ഫുഡും എല്ലാ ഐറ്റംസും അതേപോലെ ട്രഡീഷണലും അതേപോലെ ക്വാളിറ്റി ഉണ്ട്. അല്ലാണ്ട് ഇവിടെ പിടിച്ചിരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പോൾ അമേരിക്ക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഒരു സീസൺ ആയി കഴിയുമ്പോൾ തണുപ്പായി കഴിയുമ്പോൾ ഇത് പറഞ്ഞ പോലെ ഒന്ന് ഇവിടെ വന്ന് ഒന്ന് ഇറങ്ങി നടന്ന് കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഉഷാറായി ആൾക്കാരെ കണ്ട് അതാ കുറച്ച് ഉഷാറായി പോകാൻ പറ്റുന്ന ബെസ്റ്റ് പ്ലേസ് ആണ്. അതെ തീർച്ചയായും. ഇപ്പോൾ ഈ കാണുന്ന കൂട്ടത്തിൽ നമുക്കറിയാം പ്രായമായവരും കൊച്ചു പിള്ളേരും ചെറുപ്പക്കാരും എല്ലാ ടൈപ്പ് ആൾക്കാരും വന്ന് എൻജോയ് ചെയ്ത് ഇത്രയും തിരക്ക് ഭയങ്കര തിരക്കാണ്. ഇതൊരു നമ്മുടെ തായ് ഫുഡാണ്. നമ്മുടെ ഒരു കോക്കനട്ട് സാൽമൺ, അത് ഒരു കോക്കനട്ട് കറി ഉണ്ട്. അത് കണ്ട കോക്കനട്ട് കറി ഒഴിക്കുന്നുണ്ടോ? അതാണ് അതിന്റെ ഒരു ടേസ്റ്റ്. ഓക്കെ, ഓരോ വെറൈറ്റികൾ ഒഴിക്കാല്ലേ. നമ്മള് വറുത്ത മീനിന്റെ മേലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണ പോലെ സാൽമണിന്റെ മേത്തേക്ക് ഒഴിക്കണൊക്കെ ഒക്കെ ടേക്ക് വേട്ടാ. ഇരുന്ന് കഴിക്കാൻ പറ്റില്ല, നടന്നു പോണോ ഈ ഭാഗത്തുനിട്ടാ. അടുത്ത ആൾക്കാർ വരി നിൽക്കണം. നമുക്ക് സീറ്റ് കിട്ടാണ്ടേ പുറത്ത് നോക്കട്ടെ സീറ്റ് ഉണ്ടോന്ന്. രക്ഷയില്ല അല്ലേ, സീറ്റ് പുറത്തില്ലാട്ടാ. ഇവിടെ നിന്നറിയാം ഉള്ളിൽ ഇത്രയധികം ആൾക്കാരിൻ്റെ ഉള്ളിൽ നിന്ന് ഭക്ഷണം കഴിക്കണമെന്ന് ആർക്കെങ്കിലും മനസ്സിലാവോ അല്ലേ. വീണ്ടും എത്തി കയറിയിട്ടാ നമ്മള്. സീറ്റില്ല കഴിക്കാൻ, അതാണ് രസം. അങ്ങനെ ആറ്റുന്ന ഒരു സ്ഥലം കിട്ടി നമുക്ക്. എൻ്റെ സാൽമൺ ചൂടായെന്ന് മാത്രം പേടിയുള്ളൂ. തായ് കമ്പനി എന്ന് പറഞ്ഞിട്ട് ചൈനീസ് ഫുഡ് കേട്ടോ. അപ്പോൾ നമ്മുടെ തായ് സ്റ്റൈലിലുള്ള നല്ല നാളികേരപ്പാലൊക്കെ ഒഴിച്ചിട്ടുള്ള സാൽമൺ. ഓ, ഒരു മണം വന്നോട്ടാ, ഇലേനെ മണമായിരിക്കില്ലേ. അങ്ങനെ ഒരു കളർ സെൻസ് ആലോചിക്കല്ലേ. നമ്മുടെ പൊറോട്ട തുടങ്ങാം. സാൽമണും അതേപോലെ നാളികേരപ്പാലും റൈസ് ഉണ്ടല്ലേ. പൊളി. നമുക്കിപ്പോൾ അതൊക്കെ ട്രൈ ചെയ്യട്ടാ. കുറച്ച് സാൽമൺ, പച്ചക്കറിയുടെ മാറിക്കടാ, റൈസും കുറച്ച് നാളികേരപ്പാലും കേട്ടോ. ഇങ്ങനെയുണ്ട് കളി. ആ ടെക്സ്റ്റർ നോക്കി അതിൻ്റെ ഉള്ളിലല്ലേ. നാളികേരപ്പാല് വെറുതെ കേട്ടോ ഒഴിക്കണതല്ലേ. കുറച്ച് സ്വീറ്റ് കയറി വേണ്ടല്ലേ നാളികേരപ്പാലത്തിലെ പാല്. നാളികേരപ്പാലത്തെ ഒന്നും പറയാലേട്ടാ. ഈ സൂപ്പും ഒപ്പം കയറ്റണം, നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇതുകൊണ്ടോ നമ്മൾ സാലമൺ എപ്പോഴും കഴിക്കുന്നതാ, പക്ഷെ ഈ ഒരു ടേസ്റ്റിൽ കഴിച്ചില്ല കേട്ടോ. ഇതുവരെ ഒന്ന് രണ്ട് ഭാഗം കഴിക്കുമ്പോൾ ഒരു ചെറിയൊരു എരിയും ഇന്നത്തെ നമ്മളെ എപ്പിസോഡ് ഫുഡ് എപ്പിസോഡായി അല്ലേ. സൂപ്പറായിട്ട് എന്തായാലും. കുറച്ച് സാൽമണും റൈസും എഗ് റോൾ. ഇതെന്താ ഫിഷ് റോളാണ്, സ്പ്രിംഗ് റോൾ കേട്ടോ. സ്പ്രിംഗ് റോളും പറഞ്ഞിട്ടുണ്ട്. ഓരോന്നും നമുക്ക് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ടാ. എരിവാന്ന് തോന്നിട്ടാ ഏ. നല്ല ക്വാളിറ്റി കേട്ടോ. നമുക്ക് കുറേ ഭക്ഷണം കിട്ടുന്നേക്കാളില്ലേ നല്ല ക്വാളിറ്റിയിൽ ഭക്ഷണം കിട്ടുമ്പോൾ സന്തോഷമുള്ളൂ. വേറെ കേട്ടോ. പിന്നെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആമിഷ് പ്ലേസ് എന്ന് പറയുന്നത് ഇവിടുന്ന് ഒരു 2 മണിക്കൂറോളം ദൂരമുണ്ട് നമുക്ക്. എന്നാൽ ഫിലഡൽഫിയോ അല്ലെങ്കിൽ അമേരിക്ക വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് അവിടെ പോകാൻ പറ്റില്ല. പക്ഷെ അവരുടെ ഫുഡും കാര്യങ്ങളും അല്ലെങ്കിൽ അതൊന്നും അറിയണം, ഇങ്ങോട്ട് പോന്നാൽ മതി. നമ്മളിപ്പോ നാട്ടിൽ നിന്ന് വരുമ്പോ ന്യൂയോർക്ക് ഫിലഡൽഫിയ എന്തായാലും വരില്ലോ. അപ്പൊ വരുമ്പോ നമുക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യാം. അതാണ് നേരെ റെഡിഗ്ലൻ ടെർമിനൽ വരിക, ഫുഡ് ട്രൈ ചെയ്യുക. അപ്പൊ അവരുടെ ആ ഒരു ക്വാളിറ്റിയും അവരുടെ ഒരു ഇതും നമുക്ക് അവരോട് ഇടപഴകാനൊക്കെ പറ്റും. ശരിക്കും ടൂർ കൊണ്ടുവരുന്ന ആൾക്കാർ സ്പ്ലിറ്റ് ചെയ്യണം. ചരിത്രത്തിന് പിന്നാലെ പോകുന്ന ആൾക്കാർക്ക് ഒരു സൈഡിൽ കൂടെ പോവാം. ഫുഡ് എക്സ്പ്ലോർ ചെയ്യാൻ ഇവിടെ ആക്കിയാൽ മതിയല്ലോ. ഇറങ്ങാം. വെൽക്കം ടു ഫിലഡൽഫിയ. എന്തൊക്കെയായിരുന്നില്ലേ സാൽമണും നാളികേരപ്പാലും റൈസും പകരം വെക്കല്ലേട്ടാ. ഈ അങ്ങാടിയിൽ ഇത്രയ്ക്ക് നല്ല ഭക്ഷണം ഞാൻ കണ്ടിട്ടില്ലേട്ടാ.
നമ്മളെ വ്യൂ കിട്ടാൻ വേണ്ടി പറഞ്ഞതല്ലേട്ടാ, റിയൽ ടേസ്റ്റിയാ. ചിക്കൻ വാങ്ങാനായിട്ട് ആൾക്കാരാട്ടോ വരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാണ്ടല്ലോ. നമ്മളങ്ങനെ നമ്മുടെ ഭക്ഷണം കഴിക്കല് നമ്മുടെ സാൽമണും തേങ്ങാപ്പാലൊക്കെ ഇട്ട് അടിച്ച് കഴിഞ്ഞ് നമ്മളിത് എക്സിറ്റ് അടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഫിഡ ഡാൽഫിയ അടുത്ത കാഴ്ച കാറിന്റെ. അപ്പൊ ഈ പറയുന്ന പോലെ ഇപ്പൊ എന്തെങ്കിലും ഒരു മെയിൻ ഇവന്റ് നടക്കുന്ന ഉടനെ ആദ്യം ഈ പറയുന്ന നമുക്ക് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് യൂണിറ്റ്സ് ഉണ്ട്. അപ്പൊ അതിലൊരു യൂണിറ്റ്സ് ആണ് കൗണ്ടർ ടെററിസം എന്ന് പറയുന്നത്. കൗണ്ടർ ടെററിസം ടെററിസത്തിനെതിരെ അതിന് മുൻകൂറായിട്ടും അല്ലെങ്കിൽ അതിനെതിരെ ആക്ഷൻസ് എടുക്കാനുള്ള. അപ്പൊ അവരാദ്യം സ്റ്റാൻഡ് ബൈ ആണ്. അതാണ് എന്ത് മെയിൻ ഇവന്റ് നടന്നാലും അവരൊന്ന് റെസ്പോണ്ട് ചെയ്ത് മേക്ക് ഷുവർ ചെയ്യും അവർക്ക് അത്, അല്ലെങ്കിൽ അവർ കിട്ടുന്ന ഡേറ്റാസ് അനലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും മുൻകൂറായിട്ട് എന്തെങ്കിലും ത്രെറ്റ്സ് ഉണ്ടോ, എന്തെങ്കിലും ചെയ്യണോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ അതിനകത്ത് ആവശ്യമായ ഒട്ടുമിക്ക എക്യുപ്മെന്റ്സ് ഉള്ള ഒരു ട്രക്കാണ് ആ കിടക്കുന്നത്. ഈ സെക്യൂരിറ്റി ലൈനിൽ ട്രംപ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഫെഡറൽ അവരുടെ പ്രൊട്ടക്ഷൻ ഉണ്ട്, ട്രംപിൻ്റെതായ ഓൺ സീക്രട്ട് സർവീസുകാരുണ്ട്, എന്നിട്ട് സ്റ്റേറ്റും ലോക്കലും വേണം ഇവിടെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ. ഇപ്പൊ അദ്ദേഹം വരുന്നുണ്ടെങ്കിൽ ലോക്കലിലുള്ള ഫുൾ ട്രാഫിക് കൺട്രോൾസോ അല്ലെങ്കിൽ ബാക്കിയെല്ലാം ചെയ്യേണ്ടത് ലോക്കൽ പോലീസാണ്. നമ്മൾ ഈ മുഖ്യമന്ത്രി പോകുമ്പോൾ റോഡ് ബ്ലോക്ക് ചെയ്യുന്ന പോലെ ട്രംപ് വരുമ്പോഴത്തേക്ക് എല്ലാം ഷട്ട് ഡൗൺ ആണ്. പിന്നെ അദ്ദേഹം പോയി കഴിയുന്ന വരെ ഈ പറയുന്ന പോലെ, പക്ഷെ അതെല്ലാം വളരെ പെട്ടെന്നാണ്, ഒരുപാട് ഇട്ട് താമസിപ്പിക്കത്തൊന്നുമില്ല. ഇപ്പൊ റേഡിയോ കമ്മ്യൂണിക്കേഷൻ നടത്തും. ഇപ്പൊ എയർപോർട്ടിൽ ഇറങ്ങി 5 മിനിറ്റിനുള്ളിൽ ഇന്ന സ്ഥലത്ത് വരും. അപ്പൊ ആ സെക്കൻഡിൽ അങ്ങോട്ട് വന്നിട്ട് ചെയ്യും. അവരുടെ വണ്ടി പോകുന്നത് 100 മൈൽ സ്പീഡിലായിരിക്കും. അപ്പൊ അത് പോയി കഴിയുന്നുണ്ട് തിരിച്ചു റീഓപ്പൺ ആണ്. ഒരാൾക്ക് ഒരു 10 മിനിറ്റിന് മേലെ ബുദ്ധിമുട്ടുള്ള ആവശ്യം വരത്തില്ല. നമ്മളൊക്കെ 1 മണിക്കൂർ 2 മണിക്കൂർ വരുന്നില്ല, ഒരാവശ്യമില്ല. പുള്ളിയുടെ സേഫ്റ്റി അത്ര തന്നെയാണല്ലോ. സേഫ്റ്റി അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഈ പറയുന്ന പോലെ ലോക പോലീസ് എന്ന് പറയുന്ന പോലീസിനെ കൺട്രോൾ ചെയ്യുന്ന ഒരാളെന്ന് പറയുമ്പോൾ അതിൻ്റെതായ ഒരു ഇതുണ്ടല്ലോ, പവർ ഉണ്ടല്ലോ. നമ്മൾ അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ സേഫ്റ്റിയാണ് അല്ലെങ്കിൽ സെക്യൂരിറ്റി ക്യാമറകൾ ഉണ്ടെന്ന് പറയുമ്പോഴേ ഇതൊക്കെ എവിടെയാണ് ഈ സാധനങ്ങളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്? ഇതിന്റെ റിസൾട്ട് എവിടെയാണത്? ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് റിയൽ ടൈം ക്രൈം സെന്റർ എന്ന് പറയുന്ന ഒരു സെന്റർ നമുക്കുണ്ട്. റിയൽ ടൈം ക്രൈം സെന്റർ. അപ്പൊ നമ്മൾ റിയൽ ടൈം ആയിട്ട് ഇത് വാച്ച് ചെയ്യാൻ നമ്മൾ ഓഫീസേഴ്സിനെ അസൈൻ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും ക്രൈം നടക്കാണ്, അപ്പൊ ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് പെട്ടെന്ന് പറയാണ്, ഹേയ് ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, അതൊന്ന് നോക്കാൻ പറഞ്ഞാൽ അവിടെ ഇരിക്കുന്നവർ പെട്ടെന്ന് നോക്കും. അപ്പൊ നോക്കുമ്പോൾ അവർ കാണാൻ പറ്റും, ഓക്കെ ഇന്ന ആളാണ് ഇത് ചെയ്തത്, ഇന്ന ആൾ അങ്ങോട്ട് ഓടുന്നു. അപ്പൊ ഈ ക്യാമറ കണക്ട് ചെയ്യുമ്പോൾ ആ ക്യാമറ കണക്ട് ആവും. അപ്പൊ എല്ലാ ക്യാമറയും 24/7 കണക്റ്റഡ് ആണ്. ഈ കള്ളന്മാര് അധികം സംഭവിക്കും നിങ്ങൾ എത്ര അതുകൊണ്ടാണല്ലേ ഓടി പിടിക്കും. ഇവിടെ എവിടെയായാലും പിടിക്കും. എന്ന് വെച്ചാൽ ഇപ്പോൾ എസ്പെഷ്യലി ടെക്നോളജി ഉള്ളത് കൊണ്ട് തന്നെ ഒട്ടുമിക്ക ഇപ്പൊ ഈ ക്യാമറകൾ പോലും നമുക്ക് സിറ്റിയുമായിട്ട് ആക്സസ് കൊടുക്കാൻ പറ്റും. ഇപ്പം പോലീസിന് ആക്സസ് ചെയ്യാൻ തക്കോണം പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഏത് ക്യാമറയും പോലീസിന് ആക്സസ് ചെയ്യാം ലൈവായിട്ട് തന്നെ. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സസ്പീഷ്യസ് ആയിട്ട് എന്തെങ്കിലും കാണാണെങ്കിൽ അതിനെ പറ്റി നമുക്ക് പിടിക്കാം. ഇപ്പൊ ഈ പറഞ്ഞ പോലെ പോലീസ് വാച്ച് ചെയ്യുന്ന സമയത്ത് ഒരുത്തൻ ഇവിടെ എന്തെങ്കിലും ഒരു ക്രൈം കാണിക്കുകയാണ്, അപ്പൊ പോലീസ് ഓട്ടോമാറ്റിക്കലി റേഡിയോ കൂടെ വിളിച്ച് പറയും, ഇന്ന കോർണറിൽ ഒരു മെയിൽ നിപ്പുണ്ട്, ആ മെയിൽ ഇന്നതാണ് ചെയ്യുന്നത്. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പെട്ടെന്ന് ആക്ഷൻ എടുക്കാനും ഇത് ചെയ്യാനും പറ്റും. അത് പറയുമ്പോൾ പോലീസ് ബാക്കിൽ കിട്ടാ. അപ്പൊ നമ്മൾ ഇപ്പൊ കാണുന്നതാണ് ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ലവ് പാർക്ക് എന്ന് പറയുന്നത്. ലവ് പാർക്ക് ഫിഡൽഫിയക്ക് മാത്രം സ്വന്തം. അതെ, ഇത് എനിക്ക് തോന്നുന്നു 1965 ഇവർ ഇത് ചെയ്തതാണ്. അത് കഴിഞ്ഞ് ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളൊരു സ്കൾപ്ചറാണ് അവിടെ നമ്മൾ കാണാൻ പോകുന്ന ആ ലവ് സ്കൾപ്ചർ എന്ന് പറഞ്ഞാൽ. ലോകമെമ്പാടാണ് ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ഓരോരുത്തർക്ക് ഇതിന്റെ ലവ് എഴുതി വെച്ചേക്കുന്ന ആ ഒരു സ്കൾപ്ചർ എല്ലായിടത്തും കൊണ്ടുവെക്കുന്നത്. നമ്മൾ അയില കോഴിക്കോട്, അയില എറണാകുളം, അയില തൃശ്ശൂർ എന്നൊക്കെ എഴുതിയിട്ടുള്ളത് ഇവിടുന്ന് ഇൻസ്പയർ ആയിട്ടുള്ള കേട്ടോ. നോക്കിയത് കണ്ടോ ലവ് വേണോ. ഇവിടുന്ന് ഷേപ്പുകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് മാറിപ്പോയിട്ടുണ്ട്, എന്നാലും ഇതാണ് അതിന്റെ ഒരു തുടക്കം കേട്ടോ. സമ്മർ ടൈമിൽ നമുക്കിവിടെ വാട്ടർ ഫൗണ്ടൻ ഉണ്ട്, പിള്ളേർക്ക് കളിക്കാൻ അവിടെ വാട്ടർ ഫൗണ്ടനും കാര്യങ്ങളും. പിന്നെ ഈ പറയുന്ന പോലെ ഇതിന്റെ ഏറ്റവും ഇതെന്ന് പറയുന്നത് ഇതിന്റെ അടിയിൽ അണ്ടർഗ്രൗണ്ട് ഗരാജ്. ഇതിന് ഗരാജാണ് വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള. ഇവിടെ ഈ പാർക്കിന്റെ അടിയിലേ അതിന്റെ പുറത്താണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഇതാണ് അതിന്റെ സെന്റർ. ഈ പറഞ്ഞാൽ ആ കാണുന്നത് നമ്മുടെ സിറ്റി ഹോൾ. അങ്ങോട്ട് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ആ കാണുന്നതാണ് നമ്മുടെ ആർട്ട് മ്യൂസിയം. ഫ്ലാഗ് ഒക്കെ ഒരു വ്യൂ എന്ന് പറയുന്നത് നമുക്ക് ഇവിടുന്ന് സൂം ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അങ്ങോട്ട് അടുത്തേക്ക് പോകാം. ഇപ്പൊ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോവാം. വഴിക്ക് ഇപ്പൊ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും എല്ലാ രാജ്യത്തിന്റെ ഫ്ലാഗുകൾ അപ്പുറത്ത് 195 രാജ്യങ്ങളിലും ഉണ്ടാവും. ഓക്കെ, അത് നല്ല മറ്റേ വണ്ടിയുടെ മുകളിൽ കൂടെ ഒരു ഷോട്ട് എടുക്കുമ്പോൾ അടിപൊളിയായിരിക്കും. അടിപൊളി. നമുക്ക് ഇവിടെ ലവ് അടിച്ചിട്ട് പോവാട്ടോ. എന്തായാലും ലൈവായിട്ട് കഞ്ചാവടിയൊക്കെ സൈഡിൽ നടക്കണ്ടല്ലോ. അപ്പൊ അതൊക്കെ അതെല്ലായിടത്തും ഇപ്പം ആ സൈഡിലൊക്കെ ഇപ്പം ഒളിച്ചും പാത്തിരുന്നൊക്കെ ഇവിടെയൊക്കെ പിന്നെ കുറെ കൂടെ സ്ട്രിക്റ്റ് ആണ്. സിറ്റിക്ക് നടുക്കായതുകൊണ്ട് ഒരുപാട് ഇതുണ്ട്. പക്ഷെ ഒരു ഗ്യാങ് അവിടെ ബാക്കിൽ നല്ല വലിയ കേട്ടോ. ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ വലിയ. അതൊക്കെ ഉണ്ട്.
അതൊക്കെ ഉണ്ടാവണം എന്നല്ലേ? അതൊക്കെയാണല്ലോ ജീവിതത്തിൽ. അപ്പം ഈ പറഞ്ഞ പോലെ K9 പോലീസിന്റെ ഷെറിഫിന്റെ K9, അപ്പോൾ അവർക്ക് അത് ഡോഗ് ട്രെയിൻഡ് ആണ്. കാര്യങ്ങൾ എക്സ്പ്ലോസീവ്സ് വേണ്ടിയല്ല. അപ്പം ഈ പറഞ്ഞ പോലെ കുറെ ഇടയ്ക്കിടയ്ക്ക് 1 hour 2 hour ഡിഫറൻസിൽ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കില്ല എപ്പോഴും ഇറങ്ങി നടക്കും. കാരണം ഇതൊരു പോപ്പുലേറ്റഡ് ഏരിയയാണ്, സിറ്റിയുടെ നടുക്കിലായതുകൊണ്ട് പോലീസുകാരൊക്കെ അങ്ങോട്ട് അറിഞ്ഞ പോയിക്കൊണ്ടിരിക്കട്ടാ, ഒപ്പം പട്ടിയും. ബൈക്ക് ഓഫീസേഴ്സ് എന്ന് പറയും. സ്പെഷ്യലി ട്രെയിൻഡ് ആണ്. അവർക്ക് നമുക്ക് കാർ ഇതിനകത്തൂടെ കാർ പോകാൻ പറ്റില്ല. ബൈക്കിൽ പറഞ്ഞാൽ ബൈസൈക്കിൾ ആക്സസ് ഉള്ളത് കൊണ്ട് അവർക്ക് സിറ്റി മുഴുവൻ പെട്ടെന്ന് കയറി എത്താൻ പറ്റും. ആ പോയതുപോലെ തന്നെ ഉള്ള ഒരു യൂണിഫോമിലാണ് പോലീസ് ഓഫീസേഴ്സ് ആണ് ഇതെല്ലാം. ഫുൾ ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? സിറ്റിക്കകത്ത് പെട്ടെന്ന് ആക്സസ് ചെയ്യാനും അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് അറൗണ്ട് ചെയ്യാനും ബൈസൈക്കിളാണ് എപ്പോഴും നല്ലത്. സമ്മറിലൂടെ വെള്ളം വരില്ലേ? അടുത്ത ദിവസം എന്താ വെച്ചാൽ ലെഫ്റ്റിൽ നോക്കിയ ടേബിൾ ടെന്നീസ് ഇത് ഗവൺമെന്റ് ഇട്ട് കൊടുക്കണമെന്നാണ് ഇവരെ വരുന്ന എടുത്തുകൊണ്ടാണ്. പബ്ലിക്കിനെ എൻഗേജ് ചെയ്യിക്കണണ്ട. ഒപ്പം തന്നെ നമ്മൾ ബീച്ചിൽ കിട്ടുന്ന പോലത്തെ കസേരട്ടോ നോക്കിയാ, പിള്ളേരുകൾ ആടിയിട്ട് തീരാൻ പറ്റില്ല കേട്ടോ. നോക്കിയാ തണുപ്പത്തിരുന്നാലും ആട്ടം കേട്ടോ. നോക്കിയാ അപ്പൊ നമ്മുടെ വണ്ടി കിടക്കുന്നിടത്ത് നമ്മുടെ പോലീസുകാരനെ പോലീസുകാരന്മാരെ കണ്ട ഒരു പ്രത്യേക സന്തോഷം ഉണ്ടല്ലോ. പ്രത്യേകമായ ഒരു കാര്യം കാണിക്കാനാണ്. every 5 years counts, like 5, 10, 15, 20, 25 years. 25 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്. മനസ്സിലായി? അതിങ്ങനെ സ്ട്രൈപ്സ് കൂടിക്കൊണ്ടേയിരിക്കും. How many more are you planning to? This is it. I'm 30 now. I just did the stripe. 30 ആയില്ലേ? Getting the drop and I'm done. What's your name? I'm Todd. Chai. Congratulations. Thank you so much. I got 20 more years to go. I only got 10. 30 വർഷമായിട്ടാ ചിന്തിക്കാൻ പറ്റുമോ? Take care. താങ്ക് യു. Have a good one. പോലീസ് വണ്ടി കണ്ടാൽ ഞങ്ങൾക്ക് പ്രത്യേക ഒരു ചാഞ്ചാട്ടാണ് ഞങ്ങൾക്ക്. ബിൽഡിങ്ങിലാണ് ഫാമിലി കോർട്ട് എന്ന് വെച്ചാൽ എന്തെങ്കിലും ഡൊമസ്റ്റിക് ഇപ്പം ഭാര്യ ഭർത്താവ് തമ്മിലുള്ള ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട്സ് അങ്ങനെയുള്ള എന്ത് സംഭവങ്ങൾ വന്നാലും വരേണ്ട കോർട്ടാണ് ഈ കോർട്ട്. മറ്റിടത്ത് ക്രിമിനൽ കേസുകളും ഫാമിലി കോർട്ടുകളും ഒക്കെ ഈ അങ്ങനെ തിരിഞ്ഞു കളിക്കണത് എല്ലാ കോർട്ടുകളും എല്ലാം ഉണ്ട്. ഇവിടെ ഇപ്പൊ ട്രാഫിക് കോർട്ടുണ്ട്. ഇപ്പൊ ട്രാഫിക് വയലേഷൻസിന് വേണ്ടി പിടിക്കപ്പെട്ടാൽ അതിന് വേറൊരു കോർട്ടാണ്. കാരണം ഇതെല്ലാം കൂടെ ഒരുമിച്ച് വന്നാലും ഇതാണല്ലോ. അതെ അതെ അതെ. അങ്ങനെ ഇവര് പോലീസുകാർക്കുള്ള ഗുണം പൈസ കൊടുക്കണ്ട. പൈസ കുറച്ച് കൊടുത്താൽ മതി. നമ്മൾ പാർക്കിങ്ങിന് വന്നപ്പോഴേ ഇവിടെ $35 ഒരു മണിക്കൂർ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട്. അത് നമ്മളിപ്പോൾ പോലീസായിട്ട് വരുമ്പോൾ നമ്മൾ പറയണു ഇത് കുറവാന്നൊക്കെ, പക്ഷേ ഇതിന്റെ റിസ്ക് അല്ലെങ്കിൽ ഇതിന്റെ എലമെന്റ് ഒക്കെ വ്യത്യാസം തന്നെയാണല്ലേ? അത് തന്നെ, റിസ്ക് എടുത്ത ജോലി ചെയ്യുന്നതിന് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം വേണ്ടേ? അതല്ല ഞാൻ പറയുന്നത്, നേരത്തെ ഇപ്പം നമ്മൾ പറഞ്ഞു ആർക്കൊക്കെ ഈ പോലീസ് ജോലിക്ക് വരാം അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക്. അപ്പോൾ അതിൽ ഞാൻ പ്രത്യേകിച്ചും ചോദിക്കാൻ പറഞ്ഞൊരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലെത്ര വരുമ്പോൾ എത്ര സെക്യൂരിറ്റി ലെവൽ നിങ്ങൾ കടന്നു പോകുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ദിവസം എത്ര ക്രൈം സംഭവങ്ങളൊക്കെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അതിലൊക്കെ എന്തൊക്കെ ഫീലിംഗ് കിട്ടാറ്? അതാണ് ഈ പോലീസ് ജോലി എന്ന് പറയുന്നത് എല്ലാവരും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയല്ല. എല്ലാവർക്കും ഇഷ്ടമാണ് കാണാനും കേൾക്കാനും ഒക്കെ. നമുക്ക് പോലീസ് ജോലി അതൊരു പ്രൗഡ് ജോലി തന്നെയാണ്. പക്ഷേ നമ്മൾ ഈ ജോലി ചെയ്യുമ്പോഴേ നമുക്കത് അറിയത്തുള്ളൂ. നമ്മൾ ഡെയിലി കാണുന്ന കാഴ്ചകൾ, ഇപ്പം നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ അല്ലെ നമുക്ക് സ്വന്തമായി ഒരു റിസ്ക് ഇല്ലെങ്കിൽ തോന്നിയാൽ പോലും നമ്മൾ ഡെയിലി കാണുന്ന കാഴ്ചകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ആൾക്കാർ കൊല്ലപ്പെടുന്നത്, കൊച്ചുകുട്ടികൾക്ക് ഓരോന്ന് സംഭവിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ഡ്രഗ് അഡിക്ഷൻ പ്രോബ്ലംസ്. അപ്പം ഡെയിലി നമ്മൾ കാണുന്ന കാഴ്ച ഇതാണ് നമ്മുടെ മെന്റൽ അവസ്ഥയെ തീർച്ചയായും ബാധിക്കുന്ന ഒരു കാര്യമാണ്. ദിവസം നമ്മൾ ഓരോ ഇൻസിഡന്റ് ചെല്ലുമ്പോഴാണ് നമ്മൾ കാണുന്ന അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായും നമ്മുടെ മാനസികാവസ്ഥയെ ബാധിക്കും. ഈ പറയുന്ന പോലെ ഒരുപാട് ഇൻസിഡൻസ് പോലീസ് സൂയിസൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ. പോലീസ് എങ്ങനെ സൂയിസൈഡ് ചെയ്യണേ? അതാ പറഞ്ഞത്, നമ്മൾ വിചാരിക്കും പോലീസുകാരാണ് ഏറ്റവും ടഫായിട്ടുള്ള ആൾക്കാരെന്ന്, അല്ലെങ്കിൽ ആ ഒരു ജോലിയുടെ ഇതുകൊണ്ട്. പക്ഷെ അവർ ഡെയിലി കാണുന്നതും ഇടപെടുന്നതുമായ അവസ്ഥ അത് മാനസികമായി അതാ പറഞ്ഞത്. പട്ടാളക്കാർ ഈ പറയുന്ന പോലെ പട്ടാളക്കാർ ഒരുപാട് പേര് പല സ്ഥലങ്ങളിൽ ഇപ്പോൾ യുദ്ധങ്ങൾ നടത്തി തിരിച്ചു വന്നിട്ട് അവർ പോലീസിൽ കയറും. പോലീസിൽ കയറിയിട്ട് 5-10 കൊല്ലം നല്ല രീതിയിൽ പോലീസ് വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ സൂയിസൈഡ് ചെയ്യുന്ന അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം PTSD എന്ന് പറയുന്നത് ഇവിടെ ഒരു വാറിനേക്കാൾ കൂടുതൽ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. വാറിൽ ചെല്ലുമ്പോൾ ചിലപ്പോൾ
ഒരു മാസം കൊണ്ട് നമ്മൾ കണ്ടു തീരും. പക്ഷേ നമ്മൾ ജോലിക്ക് വരുമ്പോൾ ഡെയിലി ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ആ ഒരു മാനസികാവസ്ഥയ്ക്ക് തീർച്ചയായും വ്യത്യാസം വരും. അപ്പം അതിന് നിങ്ങൾ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ? പല ആൾക്കാർ പല രീതിയിലാണ് അതിനുമായിട്ട് കോപ്പ് ചെയ്യുന്നത്. ചിലർ ആൽക്കഹോൾ ആയിരിക്കും അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്, ചിലത് ഫാമിലി ആയിരിക്കാം, ചിലത് പ്രെയർ ആയിരിക്കാം, യോഗ ആയിരിക്കാം. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യം കൂടാണ്, എങ്ങനെയാണ് ഞാൻ ഈ സ്ട്രെസ് മാനേജ് ചെയ്യുന്നത്. ഞാനിത് ജോലിയിൽ ചെല്ലുന്ന ഉടനെ ജോലി നല്ല രീതിയിൽ ജോലി ചെയ്യുന്നു. ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു നമ്മുടെ പ്രൊഫഷനെ നമ്മൾ കറക്റ്റ് അതുപോലെ തന്നെ. ഇപ്പോൾ വൺസ് ജോലി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അവിടെ വിടുക, തിരിച്ചു വരിക, ഒരു നോർമൽ തീർച്ചയായും അത് ഭയങ്കരമാണ്. അപ്പോൾ വരും. അപ്പോൾ നമ്മൾ അതിന്റെ പോസിറ്റീവ് സൈഡ് നോക്കി കാണാൻ ശ്രമിക്കുക, അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനങ്ങളുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്തായാലും അപ്രീസിയേറ്റ്. താങ്ക് യു. നമ്മുടെ യാത്ര നമ്മൾ തുടങ്ങി. നമ്മളിനി അടുത്ത നമ്മുടെ ആർട്ട് മ്യൂസിയം എവിടേക്ക് പോകണം? നമ്മളിനി ആർട്ട് മ്യൂസിയം ഫിലഡൽഫിയയിലേക്ക് വരുമ്പോൾ എന്തായാലും കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ കാണിക്കേണ്ട ഒരു സ്ഥലം എന്നാണ് പറഞ്ഞേടാ. ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞ് നമ്മളത് കാണിക്കണേ, വേറെ വർത്താനൊന്നുമില്ല. ഇവിടെ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇനി ഇപ്പൊ എല്ലാ രാജ്യങ്ങളുടെയും ഫ്ലാഗ് ഇതിപ്പം ഇനി ലൈക്ക് ഇങ്ങനെ ഓരോ തൂണയിലും ഓരോ തൂണയിലും പോയി നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ് വരെ ഉണ്ട്. അതുപോലെ തന്നെ ഈ ആർട്ട് മ്യൂസിയത്തിലാണ് ഒട്ടുമിക്ക എല്ലാ പ്രോഗ്രാമുകളും. അതിന്റെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് നമ്മള് റോക്കി മൂവി എന്ന് പറയുന്ന റോക്കി സ്റ്റാച്ചു ഉണ്ട്. അതുപോലെ തന്നെ ആർട്ട് മ്യൂസിയം, അതിപ്പം സമയമുള്ളവർ കാണുന്നുണ്ടെങ്കിൽ ഒരു മസ്റ്റ് വിസിറ്റ് തന്നെയാണ് ഇവിടുത്തെ ഫിലഡൽഫിയ ആർട്ട് മ്യൂസിയം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, റൗണ്ട് അടിച്ചിട്ട് കണ്ടിട്ട് പോകാം. ആർട്ട് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കൂടുതൽ എക്സ്പ്ലോർ ചെയ്യണം. നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ സമയത്തിന്റെ പരിമിതി കാരണം. അപ്പൊ നമ്മളിത് നമ്മുടെ ഫ്ലാഗ് സ്ട്രീറ്റിലേക്ക് എത്തിയിട്ടാ. എല്ലാ രാജ്യങ്ങളുടെ ഫ്ലാഗും ഒപ്പം ആർട്ട് മ്യൂസിയവും. നമുക്ക് നോക്കാം ഇന്ത്യൻ ഫ്ലാഗ് എവിടെ കിടന്നിട്ട് പറയണേ കേട്ടോ. ഇത് ആദ്യം തന്നെ അങ്കോള, അർജന്റീന, കൊളംബിയ, വെനസ്വല രണ്ട് സൈഡിലും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങകലെ നമുക്ക് നമ്മുടെ ആർട്ട് മ്യൂസിയം കാണാം. അങ്ങ് പതുക്കെ നമ്മൾ അങ്ങോട്ട് എടുത്തുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഈ ഫ്ലാഗിൻ്റെ കളർ കാണുമ്പോൾ ഇത് ഓരോ ഫ്ലാഗ് കണ്ടുപിടിക്കാനായിട്ട് ഇഷ്ടം കൂടുതലാട്ടാ. ഇത് വെനസ്വലയാണ് കേട്ടോ ഈ ഫ്ലാഗ് കേട്ടാ. വെനസ്വലയും കൊളംബിയയും വലിയ വ്യത്യാസം ഉണ്ടാവില്ലടാ, ചെറിയ മാറ്റമുള്ളൂ അങ്ങോട്ടും ഇങ്ങോട്ടും. വെനസ്വലയിൽ സ്വല്പം സ്റ്റാർ കയറി വരും അമേരിക്കയിലത്തെ പോലെ. നമ്മുടെ സ്വന്തം പെറുവിൻ്റെ ഫ്ലാഗ് വരുന്നുണ്ട്. അത് കഴിഞ്ഞ് റുവാണ്ടയുടെ ഫ്ലാഗ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ബംഗ്ലാദേശ് വരുന്നുണ്ട്. അത് കഴിഞ്ഞാൽ അതായത് ഓസ്ട്രിയ. ലെഫ്റ്റ് സൈഡിൽ നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടാൻസാനിയ വരുന്നുണ്ട്. ചൈന കടന്നു പോകുന്നുണ്ട്. ഇന്ത്യൻ ഫ്ലാഗ് എവിടെയാണോ? ബിൽഡിങ്ങുകളുടെ ഭംഗിയും ബിൽഡിങ്ങിൻ്റെ ഇത് സ്ട്രക്ചറിനെ പറ്റിയിട്ട് നമ്മൾ പറയണില്ല കേട്ടോ. അത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തീരില്ല. നമ്മൾ ഓരോ വെറൈറ്റി ഇത് ബിൽഡിംഗ് അല്ല, ഇതൊരു പള്ളിയാണ് കാണുന്നത് അല്ലേ? എന്തുട്ടാ പള്ളിന്ന് വെച്ചിട്ടാ ഇവിടുത്തെ ഫേമസ് ആയിട്ടുള്ള മെയ്ഡ് ഇൻ അമേരിക്ക അല്ലെങ്കിൽ ഫയർ വർക്ക്സ് പരിപാടികളെല്ലാം നടക്കുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ വെച്ചാണ്, ഇവിടെ വെച്ചാണ്. അപ്പോൾ ഇതൊന്നും ഫുള്ളി പാക്ഡ് ആയിരിക്കും. ഇത് നമ്മൾ ഫുള്ള് ബ്ലോക്ക് ഓഫ് ചെയ്തിട്ട് ഫുള്ളി പാക്ഡ് ആണ്. അപ്പൊ പിന്നെ കാറുകളൊന്നുമില്ല, ആൾക്കാർ മൊത്തം നിറഞ്ഞ. അപ്പൊ ഈ പോലീസിന് പിന്നെ ഞങ്ങൾക്ക് 10-16-20 മണിക്കൂറാണ് ഡ്യൂട്ടി. കാരണം അന്ന് ഫുള്ള് ഇത് ഓവർ നൈറ്റ് ആണല്ലോ, ഫയർ വർക്ക്സും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് ഓവർ നൈറ്റ് ആണ് ഷിഫ്റ്റും ഡ്യൂട്ടി എല്ലാം. നമ്മളിവിടെ നമുക്ക് സർക്കിൾ അടിച്ചാൽ ഫുള്ള് ഇത് കാണാൻ പറ്റും. ഇത് നമുക്ക് വണ്ടിയിൽ ഇരുന്ന് കാണിക്കുമ്പോഴാണ് കൂടുതൽ നിങ്ങളെ കാഴ്ച അല്ലെങ്കിൽ ഈ ബിൽഡിങ്ങിന്റെ ഭംഗിയൊക്കെ നിങ്ങൾക്ക് കൂടുതൽ കാണാൻ പറ്റുക. നടന്നു പോകുമ്പോൾ നമുക്ക് ഇത്രയ്ക്കും ഭംഗിയിൽ ഇത് ഷൂട്ട് ചെയ്യാൻ ഭയങ്കര വലുപ്പമായതുകൊണ്ട് നമ്മൾ താഴ്ച നമുക്ക് ഇത്രയും കാണാൻ പറ്റും. നമുക്ക് നല്ല രീതിയിൽ പിന്നെ ഇന്നാണെങ്കിൽ നല്ല ലൈറ്റിംഗ് ഉണ്ട് കേട്ടോ. പെൻസിൽവാനിയ നമുക്ക് വേണ്ടി കാത്തിരിക്കാനുണ്ടോ ഫിലഡൽഫിയ. ഇങ്ങനെയൊക്കെ ഫ്ലാഗുകളെ കേസ് പെട്ടെന്ന് മറന്നുട്ടാ. ഫ്ലാഗുകൾ ഇതേ കടന്നു വരുന്നുണ്ട് ഓരോന്നോരോന്നായിട്ട്. നമ്മൾ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിന് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഒരു പറ്റിച്ചോ എന്നുള്ള സംശയം ആൾക്കാർക്ക്. ഇന്ത്യൻ ഫ്ലാഗ് ആരെങ്കിലും ഉരുകൊണ്ടോ എന്ന് സംശയം കേട്ടാ. നമ്മൾ ഖത്തർ കാണുന്നുണ്ട്, എല്ലാ ഫ്ലാഗുകളും ഉണ്ടല്ലോ, എല്ലാ രാജ്യക്കാരും ഉണ്ട് കേട്ടോ. എന്തായാലും അതുകൊണ്ടാണ് പറയുന്നത് ഇതൊരു ബ്രദർലി ലവ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ്. എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ആൾക്കാരും അതാണ്. ഒരുപാട് പേര് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. സംഭവം നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ നമ്പറുകൾ സേവ് ചെയ്യാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം എനിക്ക് തിരിച്ച് വിളിക്കാൻ പറ്റിയിട്ടാ. എന്തായാലും ചിലപ്പോൾ ഈ വീഡിയോ ഇറങ്ങുമ്പോൾ ഞാൻ ഈ പട്ടണം വിട്ടുപോയിണ്ടാവും. അത് കാരണം അടുത്ത പ്രാവശ്യം വരുമ്പോൾ എന്തായാലും എല്ലാവരും നമുക്ക് നേരിട്ട് കാണാം. ഇനിയും നമ്മൾ നമ്മുടെ പാൻ അമേരിക്ക അടിക്കുമ്പോൾ വീണ്ടും നമ്മൾ ഈ റൂട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും നമുക്ക് ഒരുമിച്ച് കാണാം. നമ്മുടെ ആർട്ട് മ്യൂസിയം അടുത്ത് തുടങ്ങിയിട്ടാ. ഇന്ത്യൻ ഫ്ലാഗ് കാണാനില്ല. അതെ ഇന്ത്യൻ ഫ്ലാഗ് മരങ്ങളുടെ ഇടയിൽ കിടന്ന് പാറലാണ്ടാ. അഭിമാനട്ടാ അല്ല. ഇപ്പൊ തന്നെ എന്തോ പ്രോഗ്രാം നടക്കാൻ റോക്കി റൺ എന്ന് പറഞ്ഞോണ്ട് അതുകൊണ്ട് ബ്ലോക്ക് ഓഫ് ചെയ്തിട്ട് ഫുള്ള് ബ്ലോക്ക് ചെയ്തിരിക്കാല്ലേ. എന്തോ റണ്ണിങ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കട്ടോ.
ആണ്ടാ റോക്കി റൺ ഫുൾ ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. ഫുള്ള് ബലൂണും സംഭവങ്ങളൊക്കെ ഇട്ട് നല്ല കളർഫുൾ ആക്കിയിട്ടുണ്ട് ആർട്ട് മ്യൂസിയം നമ്മളെപ്പോഴും ഒരു ആർട്ടിസ്റ്റിക് മൂഡ് എപ്പോഴും കാണിക്കേണ്ട ആ സ്വഭാവം. അതുകൊണ്ട് തന്നെ ഫുള്ള് ലൈറ്റിങ്ങും ഫുള്ള് കളർഫുള്ളാണ് ഉണ്ട് മൊത്തത്തിൽ. ആ കാണുന്നതാണ് വേൾഡ് ഫേമസ് ആയിട്ടുള്ള റോക്കി സ്റ്റാച്ചു. അതിന്റെ അടിയിലാണ് ആൾക്കാർ വന്നിട്ട് പിക്ചർ എടുക്കാനുള്ള അതാണ് അതിന്റെ ലൈനാണ്. അതുപോലെ അത് തന്നെ ഈ കാണുന്നതാണ് നമ്മുടെ ആർട്ട് മ്യൂസിയം. ഈ സ്റ്റെപ്സ് കയറി വേണം നമ്മൾ ചെയ്യാൻ. ആൾക്കാരൊക്കെ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കയറി വരുന്നുണ്ട് കേട്ടോ. നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാതെ ഒരു ബുദ്ധിമുട്ട് ശരിക്കും ഇവിടെ വരുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യട്ടോ. ആണ് റോക്കിയുടെ പടം എല്ലായിടത്തും വെച്ചിട്ടുണ്ടല്ലേ? അതെ, 2-3 സ്ഥലത്ത് വെച്ചിട്ടുണ്ടോ? ആൾക്കാർ കൂടി കഴിഞ്ഞാൽ നമുക്കൊരു ഫോട്ടോ എടുക്കാണ്ട് പോകണ്ടെന്ന് വെച്ചിട്ട്. ഭൂമിക്കടിയിലോട്ട് ഇറങ്ങി പോകാം. ഭൂമിയിലോട്ട് വന്നങ്ങ് താഴോട്ട് ഇറങ്ങി പോവാം. ഫ്രെയിമായിട്ടത് അറിഞ്ഞും പറഞ്ഞ ട്രെയിനും പരിപാടികളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫ്ലാഗ് പടം വരച്ചു നോക്കിയാൽ ഈ സൈഡ് ട്രെയിൻ അവിടെ കടല് ട്രെയിൻ കയറി വരുന്നത്. ഈ നേരം നല്ല ട്രാഫിക് ആയിട്ടപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ കൊച്ചിയിൽ അല്ലെങ്കിൽ നമ്മുടെ തൃശ്ശൂർ എറണാകുളത്തൊക്കെ ഈ ഒരു സിസ്റ്റം നമുക്ക് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. നമ്മുടെ ഹൈവേയുടെ നടുക്കിലെ ഇതേപോലെ മെട്രോ പോണ പരിപാടി നമുക്ക് അപ്പുറത്ത് സെൻട്രലിൽ നല്ല സ്പേസ് ഉണ്ട്. നമ്മുടെ തൃശ്ശൂർ എറണാകുളം ഹൈവേയിൽ ഇപ്പുറത്തും നടുക്കിൽ മെട്രോ സ്റ്റേഷൻ പോകണം കേട്ടോ. ഇതുണ്ടോ ആരോടെ പറയണല്ലേ പണി എന്താ പറയണമെന്ന് വെച്ചിട്ട് അവസാനം നമുക്ക് അങ്ങനെ തോന്നുന്നു. ആരോടൊപ്പം നമ്മളിതൊക്കെ പറയണേ. നടുക്കിൽ അപ്പുറത്തെ വണ്ടികൾ പോകണം, നടുക്കിൽ ട്രെയിൻ പോകണം കേട്ടോ. ഇപ്പുറത്ത് നമ്മളും പോകണം. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ കപ്പിത്താനിലേക്ക് എത്തിയിരിക്കണ്. അപ്പോൾ നമ്മുടെ ചേട്ടൻ നമുക്ക് എന്തോ ഒരു സാധനം ഒളിച്ചു വെച്ചെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് ആക്ച്വലി പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു പ്രത്യേക ഗിഫ്റ്റ്. ആക്ച്വലി പ്രത്യേകിച്ചൊന്നും ഇല്ലെങ്കിൽ തന്നെ ഒരു പ്രത്യേക ഗിഫ്റ്റ്. പക്ഷെ അതെന്നെ സംബന്ധിച്ചുള്ള അത് കാണുമ്പോൾ തന്നെ എനിക്കത് ഭയങ്കര പ്രത്യേകമായിട്ട് തോന്നിയിട്ടാ. ഇതിപ്പോ നമ്മുടെ ഫിലഡൽഫിയ പോലീസിന്റെ പാച്ച് ആണ്. ഫിലഡൽഫിയ വിസിറ്റ് ചെയ്തതിന്റെ ഒരു മെമ്മറിക്ക് വേണ്ടി നമ്മുടെ ബാഗുകളും എല്ലായിടത്തും നമുക്ക് വേണമെങ്കിൽ വെക്കാം. അതാണ് നമ്മുടെ ഒരു പാച്ച്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ അമേരിക്ക വൈഡ് ആയിട്ട് നമുക്ക് മലയാളി പോലീസുകാരെ അല്ലെങ്കിൽ ലോ എൻഫോഴ്സ്മെന്റ് ജോലി ചെയ്യുന്നവരെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്കൊരു ഓർഗനൈസേഷൻ ഉണ്ട്. അപ്പം ആ ഓർഗനൈസേഷൻ ത്രൂ ആണ് നമ്മളിപ്പോൾ അമേരിക്കയിൽ ഇവിടെ എന്തൊരു ആവശ്യം ഏതൊരു മലയാളിക്ക് വന്നാലും നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഓർഗനൈസേഷന്റെ ഒരു കാർഡാണ്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ AMLU എന്ന് പറയും. അപ്പോൾ നമ്മുടെ ആ ഒരു അമേരിക്കൻ ഫ്ലാഗ്, ഇന്ത്യൻ ഫ്ലാഗ് വെച്ചുകൊണ്ടുള്ള ഒരു മിക്സ്. അതാണ് ഈ ഓർഗനൈസേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് FBI, സീക്രട്ട് സർവീസ്, ഫെഡറൽ, ലോക്കൽ അങ്ങനെ തുടങ്ങി 165ഓളം മലയാളികൾ ഇതിന്റെ മെമ്പേഴ്സ് ആണ്. എന്തെങ്കിലും ഒരു ആവശ്യം ഒട്ടുമിക്ക എല്ലാ സ്റ്റേറ്റിലും നമ്മുടെ മെമ്പേഴ്സ് ഉണ്ട്. അപ്പം അമേരിക്കയിലെ പോലീസുകാരെ നമുക്ക് ആൾക്കാരുണ്ട് അമേരിക്കയിൽ ഞങ്ങൾക്ക് പിടിപാടുണ്ടെന്ന് പറയുന്ന പോലെ എന്തെങ്കിലും ഒരു മലയാളിക്ക് റിയൽ ആയിട്ടുള്ള ഒരു ആവശ്യം വന്നാൽ തീർച്ചയായും നമുക്ക് കോൺടാക്ട് ചെയ്യാം. നിങ്ങൾക്കായാലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഏതെങ്കിലും സ്റ്റേറ്റിൽ വല്ല എമർജൻസി വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ AMLU എന്നുള്ള ഈ ഒരു ഓർഗനൈസേഷൻ കണക്ട് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിൽ പുള്ളിക്ക് ഒരു മെസ്സേജ് അയച്ചാലും മതി. അങ്ങനെ എന്തെങ്കിലും എമർജൻസി അല്ലെങ്കിൽ AMLU നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്. പിന്നെ അടുത്തതാണ് എന്നെ കൂടുതൽ എക്സൈറ്റ്മെന്റ് ആക്കിയിട്ട് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ് നമ്മുടെ AMLUവിന്റെ ഒരു ചലഞ്ച് കോയിൻ. നമ്മളിതിപ്പം ഈ പറയുന്ന പോലെ മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കൊടുക്കുന്ന ഇത് കളക്ട് ചെയ്യുന്ന ഒരു കോയിനാണ്. അപ്പോൾ അതിനകത്ത് നമ്മുടെ സത്യമേവ ജയതേ എന്ന് വരെ എഴുതി നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗ്, അമേരിക്കൻ ഫ്ലാഗ് വെച്ചുകൊണ്ടുള്ള പോലീസിന്റെ നിങ്ങളാണ് വാങ്ങണം, ഞാനല്ല വാങ്ങണം, നിങ്ങളാണ് വാങ്ങണം കേട്ടോ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വിസിറ്റിംഗ് ഫിലഡൽഫിയ. ആർക്കൊക്കെ വേറെ പോയിന്റ് ഇതിപ്പോ നമ്മള് മെയിൻ ഇപ്പൊ ഞങ്ങള് നമ്മുടെ പിണറായി വിജയൻ സാറിന് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ക്രിക്കറ്റ് താരം സഞ്ജുവിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ മെയിൻ ആയിട്ട് വരുന്ന ആൾക്കാർക്ക് കൊടുത്തിട്ടുള്ളതാണ്. താങ്ക് യു. അപ്പൊ നമ്മള് ഫിലഡൽഫിയയോട് പ്രത്യേകം താങ്ക് യു മൊത്തത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോയോടെ വെച്ച് അവസാനിപ്പിക്കാം. അടുത്ത മാസ്മരിക്ക് വീഡിയോ ആയിട്ട് കാണാം. പ്രത്യേകം താങ്ക് യു. നമ്മൾ വിളിച്ചിട്ട് ഇന്നത്തെ ദിവസം മാറ്റി വയ്ക്കാനും കഴിഞ്ഞ ദിവസം മാറ്റി വയ്ക്കാനും
പ്രത്യേകം കാണിച്ച മനസ്സിന് പ്രത്യേകം ഞങ്ങളുടെ ടീം ട്രാവലിസ്റ്റർ ഇനി ടീം ട്രാവലിസ്റ്ററുടെ ഭാഗമായി പ്രത്യേകം നന്ദി. ഒരു ദിവസം ഫുള്ള് നമ്മുടെ കൂടെ നടക്കല്ലേ. താങ്ക് യു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ട്രാവൽസിൽ അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരിക്കോ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരിക്കോ. എല്ലാ സംഭവങ്ങളും ചെയ്തോളൂ കേട്ടോ. ട്രാവലിസ്റ്റ.